who's the real Chinju? Like, I would like to know that. Is it different from what people perceive you as an RJ? Or, I mean, how's that personal side of you? RJ Chinju is very curious. What is that motivation behind being who you are? നിങ്ങൾക്ക് നിങ്ങളേ ഉള്ളൂ, നിങ്ങളുടെ കാര്യം നിങ്ങൾ നോക്കിക്കോണം എന്ന്. ആര് നമ്മളെ സഹായിക്കാനുണ്ടെങ്കിലും നമ്മളെ സഹായിച്ചില്ലെങ്കിൽ. That's a very, very powerful ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. Wow. കംഫർട്ട് സോൺ വിട്ട് വല്ലപ്പോഴേ ഞാൻ വെളിയിൽ ഇറങ്ങാറുള്ളൂ, എപ്പോഴും ഇറങ്ങാറില്ല. Like there's this very famous quote, no? The answer lies within. അതുകൊണ്ട് പല ആൾക്കാരും അവരുടെ കാര്യങ്ങൾ എന്നോട് പറയാറുണ്ട്. വൺസ് അങ്ങനെ ഒരാൾ പറഞ്ഞതാണ് you're a good listener എന്ന്. Hello everyone, welcome to another series of Being Me with Anushri. I'm an emotional health coach and an energy healer, and this is the series where we interact with our lovely guest to know the tools and techniques about emotional health that they use in their daily life and to be successful. So today we have a lovely lady who is a recipient of Nayar Media Award 2022, a journalist by heart, but has an 11 years of experience as an RJ. People wake up to her voice in Kerala on the weekends, and she has shown a different way to how to interact and also to be listened to through radio. So we have with us Chinju Madhusudanan, popularly known as RJ Chinju. Hi. So welcome and thank you for coming to my podcast, Being Me with Anushri. My pleasure. All right. So to begin with, journalist by heart, Yeah. and RJ by profession. Yes. So the entire, I mean, everyone has an image of RJ Chinju. They have their own image. Okay. Pakshe, who's the real Chinju? Like, I would like to know that. Yeah. You know, how is it different from what people perceive you as an RJ? Or, I mean, how's that personal side of you? RJ Chinju is very curious Okay. to stories. ഒരുപാട് കാര്യങ്ങൾ അറിയാൻ താല്പര്യമുള്ള ഒരാളാണ്. വളരെ ഇമോഷണലാണ്. പക്ഷേ ആ ഇമോഷൻസിനെ വൈസായിട്ട് മാത്രം ഉപയോഗിക്കുന്ന ഒരാളാണ്. കാരണം എനിക്കും പെട്ടെന്ന് സങ്കടം വരും, പെട്ടെന്ന് ദേഷ്യം വരും. ദേഷ്യം ചിലപ്പോൾ ഞാൻ കാണിച്ചു തന്നിരിക്കും, പക്ഷേ സങ്കടം വരുമ്പോൾ സങ്കടമൊക്കെ വരുന്ന സമയത്ത് 2 ഡ്രോപ്പ് എന്തായാലും വരും. പിന്നെ എനിക്ക് ഭയങ്കര ഇമോഷണൽ ആണെങ്കിൽ ഞാൻ കരയും, കാരണം അത് ഓക്കെയാണ്. ഇറ്റ്സ് ഓക്കെ ടു ക്രൈ. ഞാൻ വളരെ കൈൻഡാണ്. ഞാൻ ആളുകളെ മനസ്സിലാക്കാറുണ്ട്. ഒരാളുടെ അവസ്ഥ പറയുമ്പം എനിക്കത് മനസ്സിലാകും. ഈവൻ ദോ ഞാൻ അങ്ങനെ ഒരു സിറ്റുവേഷനിലൂടെ പോയിട്ടില്ലെങ്കിലും എനിക്കത് മനസ്സിലാകും. അവരുടെ ഷൂസിൽ നിന്നും ചിന്തിക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. ആർക്കും പറയാനുള്ളത് കേൾക്കാൻ എനിക്കിഷ്ടമാണ്. ഞാനൊരു റേഡിയോയിൽ വർക്ക് ചെയ്യുകയാണെങ്കിലും ഐ ലിസൺ. അതുകൊണ്ട് പല ആൾക്കാരും അവരുടെ കാര്യങ്ങൾ എന്നോട് പറയാറുണ്ട്. വൺസ് അങ്ങനെ ഒരാൾ പറഞ്ഞതാണ് you're a good listener എന്ന്. അപ്പോൾ എനിക്കത് ആക്ച്വലി എനിക്കതൊരു ഒരു മെറിറ്റായിട്ട് തോന്നി, എൻ്റെ ഒരു ക്വാളിറ്റി ആയിട്ട് തോന്നി. ബിക്കോസ് ഇപ്പോൾ പറയാറുണ്ട് ആരും ലിസൺ ചെയ്യാറില്ല, എല്ലാവരും സംസാരിക്കുക മാത്രമേ ഉള്ളൂ എന്ന്. സോ അങ്ങനെ ഐ എം എ ലിസണർ. മേ ബി ബിക്കോസ് ഐ ലൈക്ക് സ്റ്റോറീസ്, ഐ ലൈക്ക് സ്റ്റോറി ടെല്ലിങ്. അതൊക്കെ കൊണ്ടായിരിക്കണം ഞാൻ ആളുകൾ പറയുന്നത് കേൾക്കാറുണ്ട്. എനിക്ക് എൻ്റെ പോയിന്റ്സ് ഉണ്ടാകും, പക്ഷെ ഞാൻ ഒരാൾ പറയുന്നത് തീരാൻ വെയിറ്റ് ചെയ്യും. അതിപ്പോൾ വഴക്ക് കൂടിയാലും ഞാൻ വെയിറ്റ് ചെയ്യും. Okay. So empathetic person, a Yes. great listener, Yeah. and you're very kind, and you're very lovely, and taking everything in a good positive way, I would say. Yeah, yes. So what is that motivation behind being who you are? എല്ലാം മോട്ടിവേഷനാണ്. അതായത് സെൽഫ് ഹെൽപ്പ് ഇസ് ദ ബെസ്റ്റ് ഹെൽപ്പ് എന്ന് പറഞ്ഞ് ആ ഒരു തിയറിയിൽ ഞാൻ ഭയങ്കരമായിട്ട് വിശ്വസിക്കുന്നുണ്ട്. കാരണം ഏതവസ്ഥയിലാണെങ്കിലും നമ്മളെ രക്ഷിക്കാൻ നമുക്ക് മാത്രമേ പറ്റുള്ളൂ. അത് തന്നെയാണ് എൻ്റെ മോട്ടിവേഷൻ. Correct. ബിക്കോസ് ഞാൻ വളരെ ചെറുപ്പത്തിൽ, എനിക്ക് ഒരു 5 വയസ്സുള്ളപ്പോൾ എൻ്റെ അച്ഛൻ മരിച്ചു. അതിനുശേഷം അമ്മയാണ് ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം നോക്കിയിരുന്നത്. ഞങ്ങൾക്ക് ഇങ്ങനെ ഭയങ്കര സഹായങ്ങൾ തരാനൊന്നും ആരും ഉണ്ടായിരുന്നില്ല. സോ ചെറിയ പ്രായത്തിൽ തന്നെ അമ്മ ഞങ്ങളോട് കാര്യം വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് നിങ്ങളേ ഉള്ളൂ, നിങ്ങളുടെ കാര്യം നിങ്ങൾ നോക്കിക്കോണം എന്ന്. അത് ഞാനും എൻ്റെ ബ്രദറും അത് കറക്റ്റായിട്ട് മനസ്സിലാക്കി. സോ അവിടെ തൊട്ട് അമ്മയുടെ സ്ട്രഗിൾസിൻ്റെ ഭാഗമാകുന്നുണ്ട് ഞാനും ഒരു +1 +2 ഒക്കെ ആയപ്പോൾ ഞാൻ ട്യൂഷൻസ് എടുക്കാൻ തുടങ്ങി. കോളേജിലായപ്പോൾ ഞാനൊരു അബാക്കസ് ഇൻസ്ട്രക്ടറായി, ഞാനൊരു സർട്ടിഫൈഡ് അബാക്കസ് ഇൻസ്ട്രക്ടറായി. സോ അങ്ങനെ ചെറിയ പ്രായത്തിൽ എനിക്ക് മെച്യൂരിറ്റി വന്നു. എനിക്ക് ആ ഒരു കുട്ടിക്കാലം ലാളനയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ കുട്ടികളോട് നമ്മളിപ്പോൾ കാണിക്കുന്ന ഒരു 12 വയസ്സിലും ഞാൻ വലിയ കുട്ടി തന്നെയായിരുന്നു, ഒരു 7 വയസ്സിലും ഞാൻ വലിയ കുട്ടി തന്നെയായിരുന്നു. സോ ആ സെൻസ് ഓഫ് റെസ്പോൺസിബിലിറ്റി എപ്പോഴും എനിക്കുള്ളതുകൊണ്ട്
എന്തെങ്കിലും പ്രോബ്ലം വന്നാലും അത് ശരിയാവും, കാരണം അത് അമ്മയുടെ വേർഡാണ്, അത് ഓക്കെ ആവും, അത് ശരിയാവും. എന്തെങ്കിലും അത് കേട്ട് 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 ഫൈനലി അത് ഞാനും എടുക്കാൻ തുടങ്ങി. എനിക്കിപ്പം എന്ത് പ്രശ്നം വന്നാലും അത് ശരിയാകും എന്നുള്ളൊരു ചിന്ത എനിക്കുണ്ട്. ആൻഡ് ഈ നേരത്തെ പറഞ്ഞ പോലെ സെൽഫ് ഹെൽപ്പ്, അതിനപ്പുറം ഒന്നുമില്ല. ആര് നമ്മളെ സഹായിക്കാനുണ്ടെങ്കിലും നമ്മൾ നമ്മളെ സഹായിച്ചില്ലെങ്കിൽ ഇറ്റ്സ് ഓഫ് നോ യൂസ്. അത് തന്നെയാണ് എൻ്റെ മോട്ടിവേഷൻ. Because like I'm an emotional health coach. So lot of time people do come to me and പറയും ഒരു സെഷനിൽ can I be healed? So it is not practically possible because so many years of accumulation it cannot be ഒറ്റ ദിവസത്തിൽ 6 packs ഉണ്ടാക്കാൻ പറ്റില്ല. അതേപോലെ തന്നെ ഒറ്റ ദിവസത്തിൽ നമുക്ക് ഇമോഷണൽ ഹെൽത്തും ശരിയാക്കാൻ പറ്റില്ല. ബട്ട് ലൈക്ക് യു സെഡ് ദാറ്റ് ചോയ്സ്, ദാറ്റ് പവർ ഓഫ് ചോയ്സ്, ലൈക്ക് ഓക്കെ ഐ നീഡ് ടു ഹെൽപ്പ് മൈ സെൽഫ്, അത് എക്നോളജ് ചെയ്യണത് ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്, റൈറ്റ്? ബിക്കോസ് അൺടിൽ അൺലെസ് യു ആർ നോട്ട് വില്ലിംഗ് ടു സ്റ്റാൻഡ് അപ്പ് ഫോർ യുവർ സെൽഫ്, നോ വൺ, നോട്ട് ഈവൻ യൂണിവേഴ്സ് ഓർ ഗോഡ് വിൽ help you in that way. So Chinju parna bole, like you said that you lost your father at the age of 5, and I'm very very sure it would have been, you know, as a kid, it's really, it affects your life a lot. How that journey has been in terms of how you felt as a child, because we also talk about inner child, our younger self, illam. So did you feel rejected or invalidated, or how, even if you did, how did you handle that as a child? I mean, I understand amma undayirunnu as a support, പക്ഷേ എങ്ങനെയാണ് ആ സെൽഫ് ടോക്ക്, അല്ലെങ്കിൽ ആസ് എ എങ്ങനെയായിരുന്നു ആ ഒരു ഇമോഷണൽ ജേർണി? എനിക്ക് നാടോടിക്കാറ്റെന്ന് പറയുന്ന സിനിമ കാണുമ്പോൾ അതിൽ ശോഭന പറയുന്നൊരു ഡയലോഗുണ്ട്. ശോഭനയുടെ അച്ഛൻ മരിച്ചു കഴിഞ്ഞിട്ട് ശോഭന പിന്നീടും അങ്ങനെ ചിന്തിക്കാറുണ്ട്, പിറ്റേ ദിവസം ശോഭന ഉറക്കം എണീറ്റ് വരുമ്പോൾ അച്ഛൻ വീടിൻ്റെ വരാന്തയിലുണ്ടാകും എന്ന് ഞാൻ വിചാരിക്കാറുണ്ടെന്ന് ശോഭനയുടെ ക്യാരക്ടർ പറയുന്നുണ്ട്. ആക്ച്വലി എൻ്റെ ചൈൽഡ്ഹുഡിൽ ഞാനത് ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം നമ്മൾ കുഞ്ഞുങ്ങളാണ്, നമുക്കൊന്നും അറിയില്ല, നമ്മൾ സിനിമകൾ കാണും, കാർട്ടൂൺ കാണും. സോ ഞാൻ വിചാരിക്കുന്നത്, ഇപ്പം സിനിമയിൽ നമ്മൾ ആളുകൾ മരിക്കുന്ന കാണുമല്ലോ, എനിക്ക് എന്താണ് മരണം എന്നൊന്നും അറിയില്ല. അപ്പം ഞാൻ വിചാരിച്ചിട്ടുണ്ട് അച്ഛൻ അവിടെ കാണും. പക്ഷെ അത് നടന്നില്ല. പതുക്കെ എല്ലാവരും കരയുന്നു, എല്ലാവരും അതുമായിട്ട് കോപ്പപ്പ് ചെയ്യുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി എന്തോ സംഭവമുണ്ട്, അച്ഛൻ വരില്ല, നമ്മൾ മാത്രമേ ഉള്ളൂ. അവിടെ തൊട്ട് എൻ്റെ അമ്മയുടെ ഒരു ഗുണമാണോ ദോഷമാണോ എനിക്ക് അറിഞ്ഞൂടാ, എനിക്ക് അമ്മ അനുഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും അമ്മേനോട് പറയുമായിരുന്നു. എന്തുണ്ടെങ്കിലും ഒരു പ്രശ്നമുണ്ട്, ഇതാ ഇങ്ങനെ സംഭവിച്ചു, ലൈക്ക് എ ഫ്രണ്ട്. അത് മേ ബി അമ്മയ്ക്ക് പറയാൻ വേറെ ആരും ഇല്ലാത്തതുകൊണ്ടായിരിക്കും എന്നോട് പറഞ്ഞത്. അപ്പം എനിക്കപ്പോൾ അത് മനസ്സിലാവില്ലെങ്കിലും ഞാനിങ്ങനെ അമ്മയെ തൊട്ടിട്ട് ഇങ്ങനെയൊക്കെ ഇരിക്കുമായിരുന്നു, അത്രേ ഉള്ളൂ. പക്ഷേ ഈ പറഞ്ഞ പോലെ പിന്നെ എല്ലാം പറഞ്ഞ് അമ്മയുടെ മണി മാനേജ്മെൻറ്റ്, നമുക്ക് പൈസ ഇല്ലടാ, നമുക്ക് ചെയ്യണ്ട, അത് ഞാൻ മനസ്സിലാക്കും. അങ്ങനെ മനസ്സിലാക്കലാണ് എൻ്റെ ജേർണി തുടങ്ങുന്നത്. സോ ഇപ്പോൾ എൻ്റെ കയ്യിൽ വളരെ സില്ലി ആയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്, ഡോൾസ് ഉണ്ടാവും, എനിക്ക് ഇഷ്ടപ്പെടുന്ന സാധനങ്ങളൊക്കെ ഞാനിപ്പോൾ വാങ്ങാറുണ്ട്. ദാറ്റ് ഈസ് ബിക്കോസ് ആ സമയത്ത് കുഞ്ഞായിരുന്നപ്പം നമുക്കത് അഫോർഡ് ചെയ്യാൻ പറ്റൂലായിരുന്നു. ഞാൻ ഏറ്റവും കൂടുതൽ എൻ്റെ അമ്മ പറയുന്നത് കേട്ടിട്ടുള്ളത് ചുമ്മാ ചിഞ്ചു എന്നാണ്. കാരണം അത് വാങ്ങിച്ചു തരുമെന്ന് പറയുമ്പോൾ അമ്മ പറയുന്ന ഡയലോഗ് അതാ. അപ്പോൾ അത് കേട്ടതുകൊണ്ട് ഇപ്പം എൻ്റെ കാര്യം ഞാൻ നോക്കാൻ തുടങ്ങിയപ്പം എനിക്കിഷ്ടമുള്ളതൊക്കെ ഞാൻ വാങ്ങുന്നുണ്ട്. So you have started loving that small girl who lost her father. Wow, that's a very important thing. അതെ, കാരണം ഈ പറഞ്ഞ പോലെ റിയലൈസേഷൻസ് പെട്ടെന്നുണ്ടായതിൽ ഐ എം താങ്ക്ഫുൾ. എനിക്കും ട്രോമയൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഉറക്കത്തിൽ അച്ഛനെ സ്വപ്നം കണ്ട്, എനിക്ക് ഓർമ്മയില്ല, ഞാൻ ഉറക്കത്തിൽ കരയാറുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ എളുപ്പം ഞാനത് മനസ്സിലാക്കി. ഞാൻ ആദ്യമൊന്നും ബീങ് എ ചൈൽഡ് ഞാൻ അങ്ങനെ ചിരിക്കുന്നൊരു കുട്ടിയായിരുന്നില്ല. എൻ്റെ സ്ഥായി ഭാവം വിഷമമായിരുന്നു. പക്ഷേ അതൊരു പോയിന്റിൽ മനസ്സിലാക്കി. എല്ലാവരും എന്നോട് ചോദിക്കും, കരഞ്ഞിട്ടിരിക്കുകയാണോ, അങ്ങനെയൊക്കെ ചോദിക്കും. ഞാനായിട്ട് മാറ്റിയെടുത്തതാണ്, അറിയാമോ? ഞാൻ കണ്ണാടി നോക്കി ചിരിച്ച് മാറ്റിയെടുത്തതാണ്. സത്യം, ഇത് പറഞ്ഞാൽ എത്ര പേര് വിശ്വസിക്കുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ബട്ട് ദിസ് ഇസ് ആക്ച്വലി എൻ്റെ ലൈഫിൻ്റെ ഒരു റിയാലിറ്റിയാണ്. പോയി ഇരുന്നോട്ടെ. എല്ലാവരും കാണുമ്പം അതാണ് ചോദിക്കുന്നത്, എന്താണ് വിഷമം, നീ എന്താണ് ഇങ്ങനെ മിണ്ടായിരിക്കണേ, കരഞ്ഞോ എന്നാണ് ചോദിക്കുന്നത്. പക്ഷെ ഞാൻ കരഞ്ഞിട്ടൊന്നുമില്ല, ഞാൻ ചുമ്മാ ഇരിക്കുക. അങ്ങനെ ഞാൻ തന്നെ എന്നിൽ ഉണ്ടാക്കിയെടുത്തൊരു ആക്റ്റീവ് നേച്ചറുണ്ട്. ഒരു പുറത്തോട്ട് ഇറങ്ങാം, സംസാരിച്ച് തുടങ്ങാം. അങ്ങനെയാണ് പിന്നീട് ഞാൻ എൻ്റെ സ്കൂൾ വാനിൽ ആക്റ്റീവ് ആവാൻ തുടങ്ങി. സ്കൂൾ വാൻ എന്ന് പറയുന്നത്, അവിടെ സ്കൂൾ വിട്ട് വരുമ്പം അന്താക്ഷരി കളിക്കും, പല ഗെയിംസ് കളിക്കും, സംസാരം. ഞാൻ ആ കൂട്ടത്തിലെ ഒരു മെയിൻ ആളായി. അവിടെ തൊട്ട് അൺനോയിങ്ലി ഞാൻ പോലും അറിയാതെ എൻ്റെ ക്യാരക്ടർ ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങി. ഐ ഹാഡ് മോർ ഫ്രണ്ട്സ്. ഞാൻ കുറേ സംസാരിക്കാൻ തുടങ്ങി, ക്ലാസ്സിൽ ടോക്കറ്റീവ് ആവാൻ തുടങ്ങി, എൻ്റെ പേര് ബോഡി വരാൻ തുടങ്ങി. അങ്ങനെ ശരിക്കും ഞാൻ എന്നെ രക്ഷിച്ചു. ഇപ്പോഴും
വിഷമങ്ങൾ വരും, ഐ മീൻ എല്ലാവർക്കും വരും, ആ വിഷമങ്ങളേ ഉള്ളൂ. അങ്ങനെ വന്നാലും എനിക്ക് തോന്നുന്നത് ആ നിമിഷം ഞാനങ്ങ് കരഞ്ഞാൽ അതങ്ങ് തീരും. ഞാനിങ്ങനെ സപ്രസ് ചെയ്താലാണ് വീണ്ടും ഞാൻ കരഞ്ഞതുപോലെ ഇരിക്കുന്നതും. ആൾക്കാർ എന്നോട് വന്നിപ്പോൾ ചോദിക്കും, ഞാൻ മിണ്ടാതിരുന്ന എന്ത് പറ്റി എന്നൊക്കെ ചോദിക്കും. ബിക്കോസ് ഞാൻ അങ്ങനത്തെ ഒരാളല്ല എന്നാണ്. അല്ല അങ്ങനെയാണ്. ഉള്ളിൽ ഞാൻ വളരെ ഇമോഷണൽ ആണെങ്കിലും ആൾക്കാർക്ക് എന്നെ ഹാപ്പി ആയിട്ട് കാണാനാണ് ഇഷ്ടം, എനിക്കും എന്നെ ഹാപ്പി ആയിട്ട് കാണാനാണ് ഇഷ്ടം. സോ അങ്ങനെ ദാറ്റ്സ് എ വെരി വെരി പവർഫുൾ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. വാവ്, ദാറ്റ്സ് റിയലി അമേസിങ്. ബിക്കോസ് ഒരുപാട് പ്രാവശ്യം ഈവൻ വി റിയലൈസ് ദാറ്റ് നമ്മൾ ആ ചുറ്റും ആ ഒരു സോഴ്സസ് ഉണ്ടെങ്കിലും വി ആർ നോട്ട് വില്ലിംഗ് ടു ഹെൽപ്പ് അവർ ഓൺ സെൽഫ്. Right? Just because we don't realize that the power that we are. Right? And as I always say, like, no choice is also a choice. No plan is also a plan. Yeah, right. Correct. So, Chinju, ഇപ്പോൾ ഒരു കാര്യം പറഞ്ഞു that കരയാൻ ഇഷ്ടം ആണ്, like കരഞ്ഞ് കഴിഞ്ഞാൽ. So, in this society where men and women, especially men, when there is a kind of a projection that men should not cry, it shows their weakness, ladke rote nahi hai or something like that. What is that crying thing? Do you think it's good for your emotional mental health? Yes, of course, because ഞാൻ പറഞ്ഞില്ലേ ഞാനൊരു അബാക്കസ് ട്രെയിനറാണ്. അതിൽ കൊച്ചു കുട്ടികൾ നമ്മൾ അബാക്കസ് പഠിപ്പിക്കുന്നതിനൊപ്പം ബ്രെയിൻ ജിം എന്ന് പറഞ്ഞിട്ട് ബ്രെയിനിനുള്ള എക്സസൈസ് കൊടുക്കും. അപ്പോൾ ചെറിയ ക്ലാസ്സിൽ ഞാൻ കണ്ടിട്ടുള്ള, ഞാൻ ചെറിയ ക്ലാസ് പഠിപ്പിച്ചിട്ടില്ല, ഞാൻ കുറച്ച് മുകളിലായിട്ട് പഠിപ്പിച്ചിട്ടുള്ളൂ. പക്ഷേ ഞാൻ കണ്ടിട്ടുണ്ട് അവരുടെ ഒരു ബ്രെയിൻ ജിം കരച്ചിലാണ്. ഉറക്കെ കരയാൻ പറയും. കാരണം അതൊരു എന്താണ്, നിങ്ങളുടെ ഇമോഷൻസിനെ നിങ്ങൾ ഫ്രീ ആക്കുന്ന ഒരു സമയമാണ്. നമ്മൾ എപ്പോഴും കേട്ടിട്ടുള്ളത് എന്ത് വന്നാലും കരയരുത്, ബി സ്ട്രോങ്. അതൊരു അതെ, അങ്ങനെ ചെയ്യരുത്. ഇഫ് യു വോണ്ട് ടു ക്രൈ, അവരുടെ മുന്നിൽ കരയാൻ താല്പര്യം ഇല്ലെങ്കിൽ ഒറ്റയ്ക്കാണെങ്കിലും കരഞ്ഞോളൂ, കുഴപ്പമൊന്നുമില്ല. പക്ഷേ വൺസ് കരഞ്ഞു കഴിയുമ്പം നമുക്ക് ആശ്വാസം തോന്നും. മേ ബി ആ ഒരു സങ്കടം പൂർണ്ണമായിട്ടും പോവില്ലെങ്കിലും ആശ്വാസമാണ്. ഇപ്പൊ ഈ പെയ്യുന്ന മഴ പോലെ ഒരു മഴ തീർന്ന പോലെ തോന്നും. അതുകൊണ്ട് അത് ആവശ്യമാണ്. കരഞ്ഞാൽ തീരുന്ന പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ കരഞ്ഞു കഴിഞ്ഞാൽ കരഞ്ഞ് കണ്ണീരൊക്കെ തുടച്ചു കഴിഞ്ഞിട്ട് ഒന്ന് ചിന്തിച്ച് കഴിയുമ്പം ഇങ്ങനെ ചെയ്താൽ ചിലപ്പം ശരിയാവുമായിരിക്കും എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. എനിക്ക് ഈ പ്രാർത്ഥനയിൽ ഞാൻ വിശ്വസിക്കുന്നത് എന്താണെന്നറിയാമോ? ഞാൻ വിശ്വസിക്കുന്നത് നമ്മുടെ ബുദ്ധിയുള്ള ഏതോ ഒരു പൂർവികൻ നമുക്കായിട്ട് തന്നിട്ടുള്ളൊരു 1-on-1 സൈക്കോളജിക്കൽ കൗൺസിലിംഗ് സെഷനാണത്. അതായത് എല്ലാ ദിവസവും ഒരു അരമണിക്കൂർ ഇരുന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പം നമ്മൾ നമ്മുടെ പ്രശ്നങ്ങൾ പറയുന്നു, നമ്മുടെ സന്തോഷങ്ങൾ പറയുന്നു. അത് ഉള്ളി പറഞ്ഞാലും ഉറക്കെ പറഞ്ഞാലും അത് പറയുന്നു നമ്മൾ. കുറച്ച് കഴിഞ്ഞിട്ട് അതെ, കുറച്ച് കഴിയുമ്പോഴേക്കും ആ ഒരു ടെൻഷൻ കഴിഞ്ഞ് നമ്മൾ ശാന്തമാവുമ്പം നമ്മുടെ മനസ്സ് തന്നെയാണ് നമ്മുടെ പരിഹാരം കണ്ടുപിടിക്കുന്നത്. എൻഡ് ഓഫ് ദാറ്റ് ഇവന്റ് നമ്മളാണ് നമ്മുടെ ദൈവം. നമ്മൾ ആ പ്രശ്നത്തിന് പരിഹാരം കണ്ടുപിടിക്കുന്നു. നമ്മൾ നമ്മുടെ ധൈര്യത്തിനെ വീണ്ടും തിരിച്ചെടുക്കുന്നു. നമ്മൾ അവസാനം നന്ദി പറയുന്ന ദൈവമേ ഒരു വഴി കാണിച്ചു തന്നല്ലോ, താങ്ക്സ്. ഓക്കെ, ആ വിശ്വാസം നല്ലതാണ്, അത് നമ്മളെ മുന്നോട്ട് നയിക്കും. സോ അതാ പറയുന്നത്, നമ്മുടെ ബുദ്ധിയുള്ള ഏതോ ഒരു പൂർവികൻ ഡിസൈൻ ചെയ്ത ഒരു കൗൺസിലിംഗ് സെഷൻ ആയിട്ടാണ് ഞാൻ പ്രാർത്ഥനയെ കാണുന്നത്. Like there's this very famous quote, no, the answer lies within. Yes, അതെ. അതുകൊണ്ട് അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. കരച്ചിൽ ഇമ്പോർട്ടൻ്റ് ആണ്. ചുമ്മാ ഇരുന്ന് നമ്മുടെ പ്രശ്നങ്ങൾ പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. ചിലർ പറയാറില്ല, ഇഫ് യു ആർ ഫീലിംഗ് കൺഫ്യൂസ്ഡ്, റൈറ്റ്, ഇറ്റ് ഈസ്, അത് ഭയങ്കര പവർഫുൾ ആണ്. അതെ, ജേർണലിംഗ് ഭയങ്കര പവർഫുൾ ആണ്. പിന്നെ നമ്മളെ പറ്റിയൊരു ബോധം ഉണ്ടായിരുന്നാൽ നമുക്ക് വലിയ പ്രശ്നങ്ങളുണ്ടാവില്ല. സോ അങ്ങനെ ഒരു ബോധം എനിക്കുണ്ട്. എൻ്റെ ലിമിറ്റേഷൻസും എൻ്റെ സ്ട്രെങ്ത്തും എനിക്കറിയാം, എൻ്റെ വീക്ക്നെസ്സസും എനിക്കറിയാം. ഞാൻ നല്ലൊരു മടിച്ചിയാണ്. എനിക്ക് പലതരത്തിലുള്ള, ഞാൻ വായിക്കാറുണ്ട്, എനിക്ക് പല ആളുകളോട് സംസാരിച്ച് പല അറിവുകളുണ്ട്. പക്ഷേ ഇതൊക്കെ പ്രാവർത്തികമാക്കാനുള്ളൊരു മടി എനിക്ക് എപ്പോഴും ഉണ്ട്. അതിനെപ്പറ്റി എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും മിസ്സായി പോയാലും ഞാൻ ശ്രമിച്ചില്ല, അതുകൊണ്ട് എനിക്ക് കിട്ടിയില്ല എന്ന് ഞാൻ മനസ്സിലാക്കും. അത് പിന്നെ പക്ഷേ ഒരു ഇമോഷണൽ ബ്രേക്ക് ഡൗണിലേക്ക് അങ്ങനെ പോവില്ല. മടി ഉണ്ടെങ്കിലും അതെ. ചിലരിങ്ങനെ പറയാറുണ്ട്, ഇങ്ങനെ മടിച്ചിരിക്കരുത്, ഞാൻ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും വലിയ ഉഴപ്പി നീയാണ് എന്നൊക്കെ പറയും. ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ വർക്ക് ചെയ്യാറുണ്ട്. അതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഞാൻ ചെയ്യുന്ന റേഡിയോ ഷോയിൽ ഞാൻ വളരെ, കാരണം ഐ എം സക്സസ്ഫുൾ ഇൻ ഇറ്റ്. അതെനിക്കറിയാം, എൻ്റെ കോണ്ടൻറ്റ് എനിക്കറിയാം, ഞാൻ കേൾക്കുന്നുമുണ്ട്, ഞാൻ അഭിപ്രായങ്ങൾ കേൾക്കുന്നുണ്ട്. സോ അതല്ലാതെ കംഫർട്ട് സോൺ വിട്ട് വല്ലപ്പോഴേ ഞാൻ വെളിയിൽ ഇറങ്ങാറുള്ളൂ, എപ്പോഴും ഇറങ്ങാറില്ല. പക്ഷേ ആ ഒരു ബോധം എനിക്കുണ്ട്. ഓക്കെ, അമേസിങ്. വൗ, ദാറ്റ്സ് സംതിങ് നൈസ്. കാരണം ഒരുപാട് പ്രാവശ്യം ഞാൻ കണ്ടിട്ടുള്ള കാര്യം എന്തെന്ന് പറഞ്ഞാൽ, people see themselves through
other people's eyes, right? നമ്മൾ കൊച്ചിലെ മുതൽ നമ്മളെ ഒരു സൊസൈറ്റിയിലെ ഒരു പേരൻറ്റിങ് മോഡ്യൂളാണത്. ലൈക്ക് വാട്ട് അതർ പീപ്പിൾ തിങ്ക് ഓഫ് യു മാറ്റേഴ്സ് ലോട്ട് ദാൻ വാട്ട് യു തിങ്ക് അബൌട്ട് yourself. So in that way, if I ask you, like, the image of how RJ Chinju is, than when people see you in person, right? നമ്മൾ ഈ ഒരു കോൺവെർസേഷനിൽ ആദ്യം ചെയ്ത ഒരു കോൺവെർസേഷനിലും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, പീപ്പിൾ ഗോ ബാക്ക് ആൻഡ് സേ ദാറ്റ് ഓ are you RJ Chinju, because voice and the image that they have thought they had in their mind about you is not the same. So do you feel judged in that way? ഇപ്പോൾ നമ്മൾ ഈ സംസാരിക്കുന്ന സമയത്ത് സോഷ്യൽ മീഡിയ വളരെ ആക്റ്റീവാണ്. സോ പീപ്പിൾ നോ മീ. അവർക്ക് എന്നെ കണ്ടിട്ടുണ്ട്, ഞാൻ വീഡിയോസ് ചെയ്യുന്നത് കൊണ്ട് അവർക്ക് എന്നെ അറിയാം, അവരെന്നെ കണ്ടിട്ടുണ്ട്, എന്നെ അറിയാം, ഹൗ ഐ ലുക്ക് എന്നുള്ളത് അറിയാം. പക്ഷേ ഞാൻ തുടങ്ങിയ സമയത്ത് സോഷ്യൽ മീഡിയ ഇത്ര ആക്റ്റീവ് ആയിരുന്നില്ല. സോ അപ്പോഴൊക്കെ നമ്മൾ ഒരു ഗ്രൗണ്ട് ഇവൻറ്റിന് ചെല്ലുമ്പം എന്നെ അന്വേഷിച്ച ആൾക്കാർ വരാറുണ്ട്. വന്ന് കണ്ടു കഴിയുമ്പോഴേക്കും അയ്യോ ഞാൻ വിചാരിച്ച ആളിങ്ങനെ അല്ലായിരുന്നു. കാരണം എൻ്റെ ശബ്ദം വെച്ച് അവരുടെ മനസ്സിലൊരു രൂപം, എനിക്കതിൽ സന്തോഷമേ ഉള്ളൂ. പക്ഷേ പെട്ടെന്ന് ആ ഒരു ഡിസപ്പോയിൻമെൻറ്റ് കാണുമ്പം അവർ ഹാപ്പിയാണ്, പക്ഷേ അവരുടെ ഉദ്ദേശം പോലെ ആയില്ല എന്നുള്ളത് പെട്ടെന്ന് അവർ ഫ്രൗൺ ചെയ്യുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ അപ്പോഴും ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് എന്നെപ്പറ്റി ബോധമുള്ളത് കൊണ്ട് അപ്പോഴും അതെന്നെ ബാധിച്ചിട്ടൊന്നുമില്ല. പക്ഷേ ചില ആൾക്കാർ ജഡ്ജ് ചെയ്യും. കാരണം വണ്ണം വെച്ചിരിക്കുന്നത്, ഞാൻ സത്യസന്ധമായിട്ട് പറയാമല്ലോ, ഞാൻ കഴിച്ചുണ്ടാക്കിയ വണ്ണമാണത്. ഇത് ഒരു കൈൻഡ് ഓഫ് മെഡിക്കൽ കണ്ടീഷനും അല്ല. എൻ്റെ കുട്ടിക്കാലത്ത് ഏറ്റവും വലിയ ആഗ്രഹമാണ് ആയിരുന്നു ഞാൻ ജോലി ചെയ്യാൻ തുടങ്ങുമ്പോൾ എനിക്കിഷ്ടമുള്ള എല്ലാം കഴിക്കും. അത് 100% ചെയ്യാൻ സാധിച്ച ഒരാളാണ്. പക്ഷേ അതിൻ്റെ അർത്ഥം ഇതൊരു അൺഹെൽതി വെയിറ്റും അല്ല. ബിക്കോസ് ഐ എം എ സർട്ടിഫൈഡ് യോഗ ട്രെയിനർ. ഞാൻ യോഗ ചെയ്യുന്ന ഒരാളാണ്. ഞാൻ അത് സ്ഥിരമായിട്ട് ഫോളോ ചെയ്യുന്ന ഒരാളാണ്. അപ്പം എനിക്ക് എൻ്റേതായിട്ടുള്ളൊരു വർക്കൗട്ട് റുട്ടീനുണ്ട്, ഒരു ലൈഫും ഉണ്ട്. പക്ഷേ ഇത് എന്തുകൊണ്ടോ എനിക്ക് ഈ ഒരു വണ്ണമുള്ള എന്നെ ഭയങ്കര ഇഷ്ടമാണ്. എനിക്കിപ്പോഴത്തെ എൻ്റെ ഫോട്ടോ കാണുമ്പോഴൊക്കെ വളരെ എന്താണ് ചബ്ബി ചീക്സ് ഒക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നു. എൻ്റെ ഫോട്ടോസ് എനിക്ക് ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ട് എൻ്റെ ഈ ഒരു രൂപം എനിക്കിഷ്ടമാണ്. മേ ബി ഒരു 2-3 വർഷം കഴിയുമ്പോൾ ഇതെനിക്ക് ബോറടിക്കുമ്പോൾ ഞാനത് മാറ്റിയേക്കാം, ഞാൻ മെലിഞ്ഞേക്കാം, എൻ്റെ മുടി ഞാൻ ഷോർട്ട് ചെയ്തേക്കാം, അതൊക്കെ ഞാൻ ചെയ്യുമായിരിക്കും. നിങ്ങൾ എൻ്റെ ഒരു 5 വർഷത്തെ മുന്നത്തെ ഫോട്ടോ കണ്ടാൽ ഇതല്ല ഞാൻ. എനിക്ക് ഓരോ സമയത്തും എൻ്റെ പുതിയ വേർഷൻസ് ഉണ്ട്. സോ ദിസ് വേർഷൻ ഐ എം ലവിങ് ഇറ്റ്. പക്ഷേ ഇത് എന്തെങ്കിലും എൻ്റെ ഹെൽത്തിനെ ബാധിക്കുന്നു എന്ന് എനിക്ക് തോന്നിയാൽ, പടി കയറുമ്പോൾ എനിക്ക് ബുദ്ധിമുട്ട് തോന്നിയാൽ, എനിക്കൊരു യോഗ പോസ് ചെയ്യാൻ ബുദ്ധിമുട്ട് തോന്നിയാൽ, മേ ബി അന്ന് ഞാൻ ചിന്തിക്കും മാറ്റേണ്ട നേരമായി, നമുക്ക് ശരിയാക്കാം. അങ്ങനെ because I believe in one thing which I always say is also, you should fall in love with your own self the way you are. Yes. Right? Every version, namakkum different kind of versions und. I mean, of course we play lot of roles in life. I mean, you are also a wife, a daughter, a mother, right? adil ellam varna versions um adil ആ എല്ലാം വേർഷൻസിലും ഉണ്ടാവുന്ന ജഡ്ജ്മെന്റ്സ് അല്ലെങ്കിൽ പ്രൊജക്ഷൻസ്, ഇങ്ങനെ ആയിരിക്കണം, അല്ലെങ്കിൽ ആ ഒരു ഇമേജ് ഉണ്ടല്ലോ, ഇങ്ങനെ ആയിരിക്കണം. പക്ഷേ ഫോളിങ് ഇൻ ലവ് with every version of yourself and especially with your body, because I think body shaming or more than people judging you about your body, we judge about our body a lot. ഓ കയ്യിൽ ഒരുപാട് തടിയുണ്ട്, അല്ലെങ്കിൽ I have lot of fat. കളിക്ക് പറയുന്നതാണ് ഏതാണ് റേഷൻ കട എന്നൊക്കെ. ആ ചെറിയ സാധനങ്ങളാണ്, ആ കസേര ഇരിക്കില്ല, അതൊക്കെ പൊട്ടിപ്പോവും എന്നൊക്കെ, അതൊക്കെ ചുമ്മാ കളിക്ക് പറയുന്നതാണ്. പക്ഷെ നമ്മൾ ആ ഒരു തമാശയും അപമാനവും തമ്മിലുള്ള ആ കുഞ്ഞ് ഫൈൻ ലൈൻ ഉണ്ടല്ലോ, അത് ശ്രദ്ധിക്കാറേ ഇല്ല. അതൊന്ന് ശ്രദ്ധിച്ച് സംസാരിച്ചാൽ, ഒരാൾ വണ്ണിച്ചിരുന്നാൽ വേറൊരാൾക്ക് എന്താണ് വിഷയം? അതെ, ഒരു കുഴപ്പമില്ല. അത് അയാളുടെ ഇഷ്ടം, അയാൾ ആ ഒരു ബോധത്തിലേക്ക് നമ്മൾ എത്തുന്നതേ ഉള്ളൂ. ഇപ്പം പല ആൾക്കാരും അത് ചിന്തിക്കുന്നുണ്ട്, നമ്മളങ്ങനെ പറയാൻ പാടില്ല, അത് അയാളുടെ ലുക്കാണ്, അയാളുടെ ചോയ്സ് ആണ് എന്നൊക്കെ. പക്ഷെ ഇപ്പോഴും അത് മനസ്സിലാകാത്ത ആൾക്കാരുണ്ട്. ഇപ്പോഴും ചുമ്മാ ഞാനൊരു ദിവസം ഞാനും എൻ്റെ ഹസ്ബൻഡും മോളും കൂടെ നടന്നു വരുമ്പം പെട്ടെന്നൊരു പെൺകുട്ടി എൻ്റെ മുന്നിൽ വന്ന് ബൈക്ക് നിർത്തിയിട്ട് പറയാണ്, ഇതാണ് എൻ്റെ ഒരു നോട്ടീസ് എൻ്റെ കയ്യിലോട്ട് തന്നു. എന്നിട്ട് പറഞ്ഞു, നാളെ സാറും മാഡവും ഉണ്ടാവും, ഒന്ന് വരാമോ, നമുക്ക് ഒരു സ്ലിമ്മിങ് പാക്കേജ് സ്റ്റാർട്ട്. ഞാനൊന്നും ആവശ്യപ്പെട്ടില്ല, ഞങ്ങൾ നടക്കുകയാണ്. അങ്ങനെ ഇങ്ങനെ മാഡവും സാറും അവിടെ ഉണ്ട്, അപ്പോൾ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു പാക്കേജ് ഫൈനലൈസ് ചെയ്യാം. അപ്പം ഞാൻ ഒന്നാമത്തെ കാര്യം, ഈ കുട്ടി എന്തിനാണത് എന്നോട് പറയുന്നത്? രണ്ടാമത്തത്, അങ്ങനെ പറയാനുള്ള അധികാരം ആർക്കെങ്കിലും ഉണ്ടോ? ഞാൻ അതിനോട് ആവശ്യപ്പെട്ടില്ലല്ലോ. അതുപോലെ വേറൊരു സ്ത്രീ ഇങ്ങനെ വന്ന് എൻ്റെ മുന്നിൽ നിന്നിട്ട് ചോദിച്ചിട്ടുണ്ട്, വെയിറ്റ് കുറയ്ക്കാൻ താല്പര്യമുണ്ടോ എന്നിങ്ങനെ. കാരണം ഇപ്പോൾ പല ഇടങ്ങളിൽ ന്യൂട്രീഷൻ സെൻറ്റേഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്.
ജിമ്മല്ല ഞാൻ പറയുന്നത്, ജിമ്മിലോട്ടൊക്കെ അങ്ങോട്ട് ആൾക്കാർ പോകുന്നുണ്ട്. പക്ഷേ ഇവർക്ക് ഈ ടാർഗറ്റ് ഒക്കെ കൊടുത്തിട്ട് ആൾക്കാരുടെ വണ്ണം കുറയ്ക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ എന്തോ കൊടുക്കുമെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് എൻ്റെ മുന്നിൽ വന്നിട്ട് 2 പേര് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ആക്ച്വലി വണ്ണമുള്ള ആൾക്കാരെ ഭയങ്കരമായിട്ട് ഡീമോട്ടിവേറ്റ് ചെയ്ത് ഇതല്ല ഭംഗി, ഇതല്ല സൗന്ദര്യം, ഇതല്ല കോൺഫിഡൻസ് എന്നൊക്കെ. നമ്മുടെ കോൺഫിഡൻസ് മെലിഞ്ഞിരുന്നാലും വണ്ണിച്ചിരുന്നാലും നമ്മൾ തീരുമാനിക്കുന്നതാണ്. മെലിഞ്ഞ ആൾക്ക് ചിലപ്പോൾ ഈ കോൺഫിഡൻസ് ഉണ്ടാവണം എന്നില്ല. അതുകൊണ്ട് നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് അതിനൊരു ബലം കൊടുത്ത് അതിനെയും ആരോഗ്യമുള്ളതാക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്നെ ഇപ്പോഴും ഒരു സ്ഥലത്തേക്ക് വിളിച്ചാൽ പെർഫോം ചെയ്യൂ അല്ലെങ്കിൽ സ്റ്റേജിൽ കയറും എന്ന് പറഞ്ഞാൽ ഐ എം വെരി കോൺഫിഡൻറ്റ്, ഞാൻ കയറും. എൻ്റെ കയ്യിൽ കോണ്ടന്റ് ഇല്ലെങ്കിൽ ഞാൻ ചിലപ്പം എനിക്ക് അറിഞ്ഞുകൂടാ, അതിനെപ്പറ്റി എന്താ സംസാരിക്കേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഞാൻ ചിലപ്പോൾ പുറകോട്ടായിരിക്കും. അല്ലെങ്കിൽ ഞാൻ കയറും, ഞാൻ സംസാരിക്കും, എൻ്റെ കയ്യിൽ കോണ്ടന്റ് ഉണ്ട്, ബാക്കി ഒന്നും ഞാൻ നോക്കുന്ന പോലുമില്ല. ബിക്കോസ് ഇന്നത്തെ കാലം അങ്ങനെയാണ്. നമ്മൾ സംസാരിക്കുന്നതിൽ ഒരു കാര്യമുണ്ട്. നമുക്കൊരു കോണ്ടന്റ് ഉണ്ടെന്ന് അറിഞ്ഞാൽ ആൾക്കാർ നമ്മളെ ശ്രദ്ധിക്കും. നമ്മളിട്ടേക്കുന്ന ഡ്രസ്സോ നമ്മളെയോ ഒന്നും ആരും ശ്രദ്ധിക്കില്ല. അവർ പറയുന്നതിൽ കാര്യമുണ്ട് എന്ന് മാത്രമേ പറയുള്ളൂ. അത് തിരിച്ചറിഞ്ഞ നിമിഷം മുതൽ ഞാൻ അതിനെ മാത്രമേ വളർത്തിയിട്ടുള്ളൂ. എൻ്റെ ഹെൽത്ത് ഓക്കെ, അതെനിക്കൊരു വലിയ സംഭവമാണ്, അത് ഓക്കെയാണ്, വേറെ ഒരു പ്രശ്നവും ഇല്ല. സോ ഞാൻ എൻ്റെ കോണ്ടന്റിനെ നോക്കിയാൽ മതിയല്ലോ. ഇതെൻ്റെ അപ്പിയറൻസ് ആണ്, നിങ്ങൾ ഇത് വെച്ച് എന്നെ ജഡ്ജ് ചെയ്യരുത്. ഇത് കവറാണ്, പക്ഷെ ഇതൊരു ബ്യൂട്ടിഫുൾ കവറാണ്, എനിക്കറിയാതെ. Wow, that's really interesting. I mean, it's a nice way to how you handle. I mean, I'm really loving it. Because കാരണം ഒരുപാട് മോട്ടിവേഷണൽ സ്പീക്കേഴ്സ് അല്ലെങ്കിൽ ഒരുപാട് കോച്ചസ്, ലൈഫ് കോച്ചസ്, ഐ മീൻ കോച്ചിങ് ഇൻഡസ്ട്രി ഈസ് ഓൾസോ കമ്മിങ് അപ്പ് റിയലി വെരി ഹൈലി. ആൻഡ് നമ്മൾ മെയിൻലി ഇമോഷണൽ ഹെൽത്തിനെ കുറിച്ച് പറയുമ്പോഴും we store emotions in our body, right? We do store emotions in our body, and people are judged for being obese. People are like, they're not included. I mean, there is a എന്താ പറയുക, ഒരു ഫോം ആൻഡ് സ്ട്രക്ചർ ഉണ്ട്. ഇഫ് യു ലുക്ക് ദിസ് വേ ദെൻ ഓൺലി യു ആർ ഗുഡ്. And later on it becomes very frustrating that way. So what do you have to tell people if I ask you, like, നിങ്ങളെപ്പോഴും നിങ്ങളുടെ കാര്യം പറയുക. അതായത് ഇപ്പം ഒരാൾക്ക് മെലിയാനായിരിക്കും ഇഷ്ടം, ആ മെലിയാനായിട്ടുള്ള വർക്കൗട്ട്സ് ചെയ്യുക, ഡയറ്റ് അങ്ങനെ നോക്കുക, അതായിരിക്കും ഇഷ്ടം. മറ്റൊരാളുടെ ഇഷ്ടം അതായിരിക്കില്ല. മറ്റൊരാൾക്ക് അയാളുടെ വീട്ടിൽ വെക്കുന്ന ചോറും കറിയും, നടക്കാൻ പോകണ്ട, നടക്കാൻ തോന്നിയാൽ നടക്കും, ഇല്ലെങ്കിൽ TV കാണും, കിടക്കും, ഇതൊക്കെയായിരിക്കും കുറച്ചുകൂടെ അയാളുടെ എന്താ പറയുക, അതും ലൈഫാണ്, ഹാപ്പനിങ് ആണ്, ഇതും ലൈഫാണ്, ഹാപ്പനിങ് ആണ്. നമ്മുടെ കാര്യം വേറൊരാളിലേക്ക് അടിച്ചേൽപ്പിക്കരുത്. എന്നോട് ഞാൻ എപ്പോഴും ഒരു ദിവസം ക്യാരറ്റും ക്യൂക്കമ്പറും കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ നല്ല കുട്ടിയായല്ലോ എന്ന് ചോദിച്ചവരുണ്ട്. അതായത് അത് കഴിച്ചാലേ ഞാൻ നല്ല കുട്ടിയാവുള്ളൂ, ഞാൻ മെലിയാൻ തീരുമാനിച്ചാലേ ഞാൻ നല്ല കുട്ടിയാവുള്ളൂ എന്ന് വിശ്വസിക്കുന്നത് ഒരു മോശം കാര്യമാണ്. കാരണം ഞാൻ എപ്പോഴാണ് മോശം കുട്ടിയായിരുന്നത് എനിക്ക് അറിഞ്ഞൂടാ. അതെ, അപ്പോൾ ആരെന്ത് ചൂസ് ചെയ്യുന്നു, ഒരാൾ വല്ലാതെ അൺഹെൽത്തി ആകുന്നു, നിങ്ങളുടെ മുന്നിൽ കുഴഞ്ഞു വീഴുകയോ അല്ലെങ്കിൽ അയാൾ ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോൾ ദിസ് ഇസ് അൺഹെൽത്തി, യു നീഡ് ടു ചേഞ്ച് എന്ന ഡോക്ടർ പറയുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് അവിടെ ഉപദേശിക്കാം. എടാ ഇങ്ങനെ ചെയ്യരുത്, നീ ഇങ്ങനെ ഒരു ഡയറ്റ് ഉണ്ട്, അത് ഫോളോ ചെയ്യുക, അല്ലെങ്കിൽ ഡോക്ടറിൻ്റെ ഹെൽപ്പോടെ നീ അത് ചെയ്യുക, അങ്ങനെയുള്ള ഉപദേശങ്ങൾ കൊടുക്കാം വൺസ് പ്രശ്നമാണെന്ന് കണ്ടാൽ. അല്ലാതെ ഒരാളുടെ ലൈഫ് ചോയ്സസിനെ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യാനേ പോകരുത്. അതാണ് നല്ലത്, എല്ലാവർക്കും നല്ലത് അതാ. മേ ബി വളരെ നല്ലൊരു മനുഷ്യനായിരിക്കും, നമ്മളിങ്ങനെ പറയുന്നത് കൊണ്ട് ചിലപ്പോൾ പിറ്റേ ദിവസം തൊട്ട് അയാൾ നമ്മളോട് മിണ്ടിയെന്ന് വരില്ല, അയാൾ എവിടെയെങ്കിലൊക്കെ ഹേർട്ടാവും. അപ്പോൾ അതെ, അപ്പോൾ നമുക്ക് മേ ബി ഒരു നല്ല ഫ്രണ്ടിനെ ആയിരിക്കും നഷ്ടപ്പെടുന്നത്, നമുക്കൊരു നല്ല ലിസണറിനെ ആയിരിക്കും നഷ്ടപ്പെടുന്നത്. ചിലരത് ഇപ്പോൾ അതൊന്നും നോക്കാറേ ഇല്ല. എനിക്ക് പറയാനുള്ള ഞാൻ പറയും, രവീന ടണ്ടൻ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞ പോലെ, യു ആർ നോട്ട് ടോട്ട് മാനേഴ്സ്. നമുക്ക് വായി തോന്നിയത് എന്തും ഒരാളോട് പറയാം എന്നല്ല. അത് പറയാൻ പറ്റൂ, അത് പറയണോ, അയാൾ മനസ്സിലാക്കിക്കോട്ടെ, അയാൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അഭിപ്രായം ചോദിച്ചാലേ പറയാവൂ. ഇല്ലാതെ നമ്മൾ കൊടുക്കുന്ന അഭിപ്രായം ശല്യമാണ്. അതുകൊണ്ട് ആരും ചോദിക്കാതെ ഒരു അഭിപ്രായം പറയരുത്. ആൻഡ് ഓൾസോ വെരി ഇൻട്രസ്റ്റിംഗ് തിങ് ചിഞ്ചു, അത് വന്ന എന്തെന്ന് പറഞ്ഞാൽ, നമ്മൾ ആരുടെയെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ, അതേ കാര്യം നമ്മളോട് ആരെങ്കിലും പറയുമ്പോൾ, ഹൗ വുഡ് വി ഫീൽ if the same thing is said back to us? A lot of people, they don't think that way. They just express. But if I am treated that way, or if somebody says the same thing to me back, how will I like it?
അതെ അതെ, നമ്മൾ റിയാക്ട് ചെയ്യുന്നതിനെ ജഡ്ജ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. നമ്മൾ പലതും കേട്ടായിരിക്കും അവസാനം റിയാക്ട് ചെയ്യുന്നത്. ആ റിയാക്ഷനെ വെച്ച് അയ്യോ അവളോടൊന്നും പറയാൻ പറ്റില്ല, എന്നോട് അങ്ങനെ പറയാറുണ്ടേ, നിന്നോട് എന്തെങ്കിലും പറയാൻ പറ്റുമോ എന്നിങ്ങനെ എൻ്റെ ഹസ്ബൻഡും എൻ്റെ അമ്മയും അത് പറയാറുണ്ട്. യെസ്, ബിക്കോസ് എനിക്ക് എൻ്റെ തീരുമാനങ്ങളുണ്ട്. ഞാനൊരാൾ പറയുന്നത് കേട്ട് ഞാൻ മൂഡ് ഔട്ട് ആവാൻ പാടില്ല എന്നുള്ളത് ഞാൻ എടുത്ത തീരുമാനമല്ല, എപ്പോഴോ ഞാനങ്ങനെ ആയിപ്പോയതാണ്. കാരണം ഗ്രോയിങ് അപ്പിൽ ആ ഒരു ടൈമിലൊക്കെ ചിലപ്പോൾ അങ്ങനെയൊക്കെ എനിക്ക് ഒക്കേഷൻസ് ഉണ്ടായിരുന്നിരിക്കാം. എന്നെ ജഡ്ജ് ചെയ്യുന്നു, അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞത് എന്നെ വിഷമിപ്പിച്ചു, അത് ഞാൻ പോലും അറിയാതെ എന്നെ മാറ്റിയിട്ടുണ്ടാവാം. അതുകൊണ്ട് എൻഡ് ഓഫ് ദി ഡേ, അല്ലെങ്കിലും എൻ്റെ ലൈഫിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് അത് തന്നെയാണ്. ഞാൻ എടുക്കുന്ന ഡിസിഷൻസ് ആയിരുന്നു പലതും ശരിയാവാറ്, എനിക്ക് വർക്ക് ചെയ്യാറ്. വേറൊരാളുടെ വാക്ക് കേട്ട് ഞാൻ എടുത്ത പലതും എനിക്കങ്ങനെ വർക്ക് ചെയ്തിട്ടില്ല. ഞാൻ വിചാരിച്ചങ്ങ് ചെയ്താൽ മതിയായിരുന്നു എന്ന് ഞാൻ അവസാനം വിചാരിക്കും. സോ ഞാൻ എപ്പോഴും മനസ്സിലാക്കി എൻ്റെ ബോസ് ഞാനാണ്, ഞാൻ പോകുന്ന റൂട്ട് കറക്റ്റാണ്, നിനക്കത് മാറ്റാൻ തോന്നിയാൽ മാറ്റിക്കോ, അത്രയേ ഉള്ളൂ. അതും എൻ്റെ ഡിസിഷൻ തന്നെ ആയിരിക്കണം. എനിക്ക് ഒരുപാട് വെൽ വിഷേഴ്സ് ഉണ്ട്. ഇപ്പം എൻ്റെ ഫാമിലി എൻ്റെ ഏറ്റവും വലിയ വെൽ വിഷേഴ്സാണ്. എൻ്റെ ഹസ്ബൻഡ്, എൻ്റെ അമ്മ, ബാക്കി ഫാമിലി മെമ്പേഴ്സ്. ഇവർ പരിഹസിക്കാതെ പറയുന്ന കാര്യങ്ങൾ ഞാൻ കറക്റ്റായിട്ട് എടുക്കും. പരിഹാസമാണെന്ന് എനിക്ക് തോന്നിയാൽ ഞാനും പറയും. അങ്ങനെ എന്നുവെച്ചാൽ വഴക്കല്ല, ഞാനും അതേ പരിഹാസത്തിൽ മറുപടി കൊടുക്കും. അപ്പോൾ ആ ഒരു മറുപടിയെ പലർക്കും പേടിയുള്ളത് കൊണ്ട് എന്നോട് അധികം എന്നെ ജഡ്ജ് ചെയ്യുകയോ പരിഹസിക്കുകയോ ചെയ്യാറില്ല, വിച്ച് ഇസ് ഗുഡ് ഇൻ എ വേ. അപ്പോൾ എന്നോട് അങ്ങനെ എന്തും പറയാം അങ്ങനെയുള്ളൊരു ധാരണ ഇല്ല. അത് ഞാൻ people respect you and people value your opinion as well as your reaction. അതെ, കാരണം ഞാൻ ഒരാളെ അങ്ങനെ അയാളുടെ ലുക്ക് വെച്ചോ അങ്ങനെ ഞാൻ ജഡ്ജ് ചെയ്യാറില്ല. അവൻ്റെ ഇഷ്ടം, അവളുടെ ഇഷ്ടം, അവർക്കറിയാം അവരെന്താണ് ചെയ്യണം. വി ആർ ഓൾ ഗ്രോൺ അപ്സ്. നമുക്ക് നമ്മുടെ ഡിസിഷൻസ് എന്താണെന്ന് അറിയാം, എടുക്കുന്ന എന്ത് കാര്യവും. ഞാൻ പോയി ഉപദേശിച്ച് അങ്ങനെ ആരും നന്നാവേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാവർക്കും അവരുടെ തീരുമാനങ്ങൾ അറിയാം. ഇനി എന്നോട് ചിഞ്ചു എന്ത് ചെയ്യണം എന്ന് ചോദിച്ചാൽ എൻ്റെ അറിവ് വെച്ച് ഞാൻ പറഞ്ഞു കൊടുക്കും, അത്രയേ ഉള്ളൂ. ഞാൻ കുറച്ച് ഉപദേശിക്കട്ടെ എന്ന് ഞാൻ പറയാറില്ല. എൻ്റെ മോളുടെ കാര്യം തന്നെയാണെങ്കിലും ഞാനിങ്ങനെ ഒരു കാര്യം ഇത് എന്തെങ്കിലും കുറച്ച് ഔട്ട് ഓഫ് പ്രൊപ്പോർഷനാണ്, അല്ലെങ്കിൽ എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നിയാൽ മാത്രമേ ഞാൻ മക്കളെ അങ്ങനെ ചെയ്യല്ലേ, ഇങ്ങനെ ചെയ്യണേ എന്ന് പറയുള്ളൂ. അല്ലെങ്കിൽ അവൾ ചെയ്യുന്നത് ഞാൻ നോക്കി നിൽക്കാറാണുള്ളത്. കാരണം അവളെ അവിടെ പണിതുകൊണ്ടിരിക്കുകയാണ്, അവളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ ഞാൻ ഓടിച്ചാടി വന്നിട്ട് സ്റ്റോപ്പ് എന്ന് പറഞ്ഞാൽ അത് അവളുടെ കാരണം ഞാൻ അങ്ങനെ വളർന്ന ഒരാളാണ്. ഞാൻ മിസ്റ്റേക്കുകൾ ചെയ്ത് ഞാൻ തന്നെയാണ് എന്നെ വളർത്തിയെടുത്തത്, ഞാനാണ് ഈ സ്ട്രക്ചർ ഉണ്ടാക്കിയിരിക്കുന്നത്. സോ എൻ്റെ മോളും അങ്ങനെ ആവുന്നതിലാണ് എനിക്കിഷ്ടം. അതിനിടയിൽ നല്ല നല്ല കാര്യങ്ങൾ പലയിടത്തുനിന്നായിട്ട് കിട്ടിയാൽ അവൾക്ക് നല്ലതായിരിക്കും. സോ മകളുടെ കാര്യം പറഞ്ഞല്ലോ, മോളെ കാര്യം. സോ ദ ക്വസ്റ്റ്യൻ ദാറ്റ് ഐ ഹാവ് ഫോർ യു ഇസ് how you grew, right? ചിഞ്ചു വളർന്ന ആ ഒരു state of mind, I mean, of course, like you mentioned, you lost your father. Yeah. So do you have lessons from there to teach your daughter to make her more empowered and to teach her how she should be helping herself at the first place in case of anything? Of course, we all in life, we do have situations to handle, right? Yes. So how do you nurture the child as a mother in that way? ഇത് ഞാൻ പലതവണ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. പക്ഷേ ഇതെങ്ങനെ എനിക്ക് മോളുടെ കാര്യത്തിൽ വർക്കൗട്ട് ചെയ്തെടുക്കണം എന്ന് എനിക്കിന്നും ഞാൻ ഫിഗർ ഔട്ട് ചെയ്തിട്ടില്ല. അവൾ വളരെ ഇമോഷണലായ, അതായത് ആ കുഞ്ഞ് ചിഞ്ചുവിനെയാണ് ഞാൻ കുഞ്ഞ് ബഹാരയിൽ കാണുന്നത് ഇപ്പം. ടോട്ടലി അങ്ങനെയാണ്. ഞാൻ ചെയ്തിരുന്ന പല കാര്യങ്ങളുമാണ് അവൾ ചെയ്യുന്നത്. എന്നെപ്പോലെ അതായത് എന്നെ എവിടെയെങ്കിലും കൊണ്ടിരുത്തിയാൽ ഞാൻ എൻ്റെ സ്വപ്നലോകത്തായിരിക്കും. അത് തന്നെയാണ് ബഹാരയും. അവൾ അവിടെ ഇരുന്ന് ചിരിക്കും. അവൾ എന്താണ് കാണുന്നതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. മേ ബി കൊമ്പുള്ള കുതിരയോ ചിറകുള്ള ആനയോ ഒക്കെ ആയിരിക്കും അവളുടെ ഇമാജിനേഷനിൽ. പക്ഷേ എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട്. പിന്നെ ഷീസ് ജസ്റ്റ് 5 years old, 6 വയസ്സാകുന്നേ ഉള്ളൂ. അപ്പോൾ ഞാനിങ്ങനെ വിചാരിക്കും, ഇവള് ഇമോഷണലി കേപ്പബിൾ ആവുമോ? കാരണം പെട്ടെന്ന് സങ്കടം വരികയും ഒരു കാര്യമൊക്കെ കേട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇമോഷണൽ ആവുന്നൊരു കുട്ടിയാണ് ഇപ്പോൾ. പണ്ടത്തെ ആ ബേബി ചിഞ്ചു അങ്ങനെ തന്നെ ആയിരുന്നു. പക്ഷെ അവൾക്ക് മേ ബി എന്നെപ്പോലെ അങ്ങനെ ഒരു കടുത്ത സിറ്റുവേഷൻസ് ഒന്നും കിട്ടരുതെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഗ്രോയിങ് അപ്പ് എപ്പോഴെങ്കിലും ഞാൻ അവളുമായിട്ടൊരു സംസാരം നടത്തുമായിരിക്കും, ഒരു കോൺവെർസേഷനിൽ. എനിക്ക് താല്പര്യം അതാണ്. എനിക്ക് അവളുമായിട്ട് ഓപ്പൺ കോൺവെർസേഷൻസ് താല്പര്യമുണ്ട്. നമ്മളിങ്ങനെ പറഞ്ഞ് ഇരുന്ന് പല ആളുകളുടെ കാര്യം പറഞ്ഞ് കഥകൾ പറഞ്ഞ്, മക്കളെ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായാൽ നീ ഇങ്ങനെ ചിന്തിച്ച് നോക്കണം, അപ്പോൾ നിനക്ക് ചിലപ്പോൾ ഇങ്ങനെ ഒരു ഐഡിയ കിട്ടും, അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുത്ത്. അതാണ് എനിക്ക് താല്പര്യം. എനിക്ക് അവളോട് ഒരുപാട് സംസാരിക്കാൻ താല്പര്യമുണ്ട്.
ഇങ്ങനെ ഇരുന്ന് നമ്മൾ ടി വി കാണുമ്പോഴോ അല്ലെങ്കിൽ ടി വി ഓഫ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ സംസാരിക്കുമ്പോഴോ ഒക്കെ എനിക്ക് തോന്നുന്നു കോൺവെർസേഷനാണ് എപ്പോഴും ആൾക്കാരുടെ ബന്ധങ്ങളെ വളർത്തുന്നത്. സോ ഐ വുഡ് ലൈക്ക് ടു ഹാവ് ഗുഡ് കോൺവെർസേഷൻ വിത്ത് മൈ ഡോട്ടർ. അവളിപ്പോഴാണ് എന്നോടൊന്ന് അവളുടെ വിഷമങ്ങൾ പോലും സപ്രസ് ചെയ്യുന്ന ഒരാളാണ്. ആരെങ്കിലും വഴക്ക് പറഞ്ഞു എന്ന് ചോദിച്ചാൽ ഇല്ല ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞങ്ങ് പോകും. പക്ഷെ അതൊന്നുകൂടെ ചോദിച്ചു കഴിഞ്ഞാൽ അവൾ പറയും. അങ്ങനത്തെ ഒരാളാണ്. വിഷമങ്ങൾ സപ്രസ് ചെയ്യുന്നൊരു മനസ്സുണ്ട് അവൾക്ക്. ലൈക്ക് ചിഞ്ചു ഡിഡ് ബാക്ക് ദെൻ. പക്ഷേ എനിക്കത് താല്പര്യമില്ല. അത് വരും, പുറത്തോട്ട് വരും. ഞാൻ അവളുമായിട്ട് കോൺവെർസേഷൻസ് ഒക്കെ നടത്തി അവളെ ഇമോഷണലി കേപ്പബിൾ ആക്കാൻ എനിക്ക് താല്പര്യമുണ്ട്. ഈ പറഞ്ഞ പോലെ സെൽഫ് ഹെൽപ്പാണ് ബെസ്റ്റ് ഹെൽപ്പ് എന്നുള്ളൊരു മെസ്സേജ് എനിക്ക് അവളിൽ കൊടുക്കാൻ താല്പര്യമുണ്ട്. കാരണം ആ ഒരു ഫാമിലിയിലെ, എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫാമിലിയിൽ ഒരേ ഒരു കുഞ്ഞവളാണ്. അപ്പോൾ എല്ലാവരുടെയും ചക്കരയാണ്. അതെ, ഇപ്പോഴാണ് ആരെങ്കിലും നോ അത് ചെയ്യരുത്, അങ്ങനെ ചെയ്തുകൂടാ എന്നൊക്കെ പറയുന്നത്. ഇതുവരെ അവൾ ആവശ്യപ്പെടുന്ന എല്ലാം പ്രൊവൈഡ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ലെസൺ അത് തന്നെയാണ്. ഡിനയൽ പഠിക്കട്ടെ. എല്ലാം വേണമെന്ന് പറഞ്ഞാലും കൊടുക്കണ്ട. ഇങ്ങനെ മറ്റേ പാപ്പാസ് ലിറ്റിൽ പ്രിൻസസ് ഓർ ഡാഡീസ് ലിറ്റിൽ പ്രിൻസസ് ആയിട്ട് ഇരുന്നോട്ടെ. ഞാൻ അച്ഛൻ്റെ പ്രിൻസസ് ആണെന്നുള്ള തോട്ട് ഇരുന്നോട്ടെ. ബട്ട് സ്റ്റിൽ എൻ്റെ വേ അങ്ങനെ ഒരു മറ്റേ ഭയങ്കര ഈസി ആയിരുന്നില്ല എന്നുള്ളതും അവള് ഭാവിയിൽ പറയണം. അവളും വാല്യൂയിങ് വാട്ട്. കാരണം ഇന്നത്തെ കാലത്ത് ബിക്കോസ് ഇറ്റ്സ് ലൈക്ക് ഐ ഓൾസോ ഹാവ് വൺ ഡോട്ടർ. സോ ഷീ ഈസ് ലൈക്ക് everybody's darling. So ചോദിക്കണേന് മുമ്പേ എല്ലാം kids do get these days, and that valuation, like how valuing what you have or being in gratitude, that kids do kind of lack these days because there are multiple options. അങ്ങനത്തെ ഒരു കാര്യത്തിൽ ഇപ്പൊ അവൾ ഇങ്ങോട്ട് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒരു കാര്യം പറയുമ്പോൾ അങ്ങനെ ചെയ്തുകൂടാ, അങ്ങനെ പറഞ്ഞുകൂടാ എന്നൊക്കെ ഇങ്ങോട്ട് പറയുന്നുണ്ട്. സോ എനിക്ക് അവർക്ക് കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ട് എന്നുള്ളത് എനിക്ക് മനസ്സിലായി. ഇനി പതുക്കെ ഇമോഷണലി, കാരണം അവൾക്കും ഫ്രണ്ട്സ് ഉണ്ടാകും. ചിലപ്പോൾ അവള് വിചാരിച്ച രീതിയിൽ ഫ്രണ്ട്സ് അവളോട് പെരുമാറിയെന്നിരിക്കില്ല, അവളെ കളിക്കാൻ കൂട്ടി എന്ന് വരില്ല. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ചെറിയ പ്രോബ്ലംസ് അവൾക്ക് വരും. എല്ലാം അവൾ എന്നോട് പറയണം എന്നില്ല. പക്ഷെ അപ്പോഴും ആ സാരമില്ല. അവളൊരു ഡ്രീമി പേഴ്സൺ ആയതുകൊണ്ട് മേ ബി അവൾക്കത് ടാക്കിൾ ചെയ്യാനുള്ള കഴിവുണ്ടാകും. കാരണം ചിഞ്ചു അങ്ങനെയായിരുന്നു കുഞ്ഞിലെ. എൻ്റെ പ്രശ്നങ്ങൾ ഞാൻ തന്നെയാണ്, ഞാൻ ആരോടും പറഞ്ഞിട്ടൊന്നുമില്ല. കാരണം എൻ്റെ അമ്മയ്ക്ക് അതിലും വലിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഇതും കൂടെ പോയി പറയാൻ അമ്മ അത് അങ്ങനെ അങ്ങ് വിട്ട് കളയും. സോ എൻ്റെ പ്രോബ്ലംസ് ഞാൻ തന്നെയാണ് ഹാൻഡിൽ ചെയ്തിരുന്നത്. മേ ബി ബഹാരയ്ക്കും അത് അങ്ങനെ വരുമായിരിക്കും. എന്തായാലും എൻ്റെ ഒരു സാന്നിധ്യം ഉണ്ടാകും. ഞാൻ സംസാരിക്കും. അവളുടെ ഇമോഷണൽ ഗ്രോത്ത് എങ്ങനെ പോകുന്നു എന്നുള്ളത് എനിക്കറിയാം. എനിക്കവൾ സക്സസ് ഇൻ ദ ടേംസ് ഇങ്ങനെ നിറയെ ഫുൾ മാർക്ക് വാങ്ങിക്കൊണ്ട് വരിക, അതൊന്നും അല്ല എൻ്റെ മനസ്സിൽ സക്സസ്. അവളെ എങ്ങനെ മാനേജ് ചെയ്യുന്നു, ഒരു കാര്യം വരുമ്പോൾ അവൾക്ക് അതെങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നു, അവൾ ഇമോഷണലി എത്ര കേപ്പബിൾ ആണ് എന്നൊക്കെയുള്ളതാണ് എൻ്റെ അഭിപ്രായത്തിൽ എനിക്ക് സക്സസ് ആയിട്ട് തോന്നുന്നത്. കാരണം അതിലൊക്കെ ഒരു നമ്മുടെ മെൻ്റൽ സ്റ്റേറ്റസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക്. ഇനി എന്തുമാത്രം നമ്മൾ സക്സസ്ഫുൾ ആണെങ്കിലും അത് വളരെ പ്രധാനമാണ്. അത് ഇൻടാക്റ്റ് ആണെങ്കിൽ ബാക്കിയെല്ലാം നടക്കും. Okay, so journalism, like, yes, is it out of passion or because it's in the family? അത് കുറേയൊക്കെ എൻ്റെ അച്ഛൻ ഒരു മീഡിയ പേഴ്സൺ ആയിരുന്നു. കുറച്ചൊക്കെ അതിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടായിരുന്നിരിക്കും. സത്യം പറയാലോ, എനിക്ക് ഇച്ചിരി ഫേമസ് ആവണം എന്നുണ്ടായിരുന്നു. കുട്ടികളെ തന്നെ ഞാൻ പറഞ്ഞല്ലോ. കാരണം കുട്ടിക്കാലത്ത് ഞാൻ ഒറ്റയ്ക്കാണ്, ഞങ്ങൾ 3 പേര് മാത്രമേ ഉള്ളൂ. ഞാനും എൻ്റെ അമ്മയും അനിയനും മാത്രമേ വീട്ടിലുള്ളൂ. സോ ഒരുപാട് ഫ്രണ്ട്സുള്ള, അങ്ങനെ എനിക്ക് ഒരുപാട് കസിൻസോ അങ്ങനെയൊന്നും ഇല്ല. എനിക്ക് ഞങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരുപാട് ആൾക്കാർ ചുറ്റുമുള്ള ഒരു നിലയിലേക്ക് എത്തണം എന്നെനിക്ക് താല്പര്യം ഉണ്ടായിരുന്നു. അപ്പോൾ എപ്പോഴോ ജേർണലിസം എനിക്ക് ഇഷ്ടപ്പെട്ടു. നമ്മൾ ടെലിവിഷനിൽ കാണുന്നു, അല്ലാതെ മൂവീസിലൊക്കെ അങ്ങനെയുള്ള പ്രൊഫഷൻ കാണുമ്പോൾ ഞാൻ ചുമ്മാ ഒരു ദിവസം അമ്മയോട് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞാൽ ശരി നമുക്കത് പഠിക്കാം, അതിനിങ്ങനെയൊക്കെ പല ഗുണങ്ങളുണ്ട്, നിനക്ക് ട്രാവൽ ചെയ്യാം, അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ അതിനോടൊരു ഇഷ്ടം തോന്നി. അങ്ങനെ ഞാൻ ആദ്യം ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എടുത്തു. അതിൽ സബ് ജേർണലിസം ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ സീഡിറ്റിലെ ന്യൂ മീഡിയ ആൻഡ് ടെലിവിഷൻ ജേർണലിസം ചെയ്തു. അപ്പോൾ ദൂരദർശനുമായിട്ടൊക്കെ ഞങ്ങൾ കമ്പൈൻ ചെയ്ത് കുറേ യാത്രകൾ നടത്തി പഠിച്ചു. അത് കഴിഞ്ഞു. എന്നിട്ട് ആണ് ഞാൻ പക്ഷേ ആ സമയത്ത് ഈ ന്യൂസ് മേക്കിങ്ങിൻ്റെ ഒരു പ്രോസസ്സ് ഞാൻ കണ്ടു. അതായത് പല ന്യൂസും ഉണ്ടാക്കുന്നത് എങ്ങനെ എന്നെനിക്ക് മനസ്സിലായി. അപ്പോൾ എനിക്ക് അത്ര അപ്പീലിംഗ് ആയിട്ട് തോന്നിയില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്ക് എൻ്റർടൈൻമെൻറ്റ് ഇൻഡസ്ട്രി ഒന്ന് പരീക്ഷിച്ച് നോക്കിയാൽ എങ്ങനെ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ആദ്യമായിട്ട് റേഡിയോസിലേക്ക്, FM ചാനൽസിലേക്ക് എൻ്റെ റെസ്യൂമേസ് അയക്കുന്നത്. അങ്ങനെയാണ് ഒരു ചാനലിൽ നിന്ന് എനിക്ക് ഓഡിഷൻ കോൾ വന്ന് പോയി, അതിൽ സെലക്റ്റായി. ഞാൻ അങ്ങനെയാണ് എൻ്റെ RJ ലൈഫ് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ ഞാനിപ്പോൾ ചെയ്യുന്നത് ഒരു മോർണിംഗ് ഷോ ആണ്. മോർണിംഗ് ഷോ എന്ന് പറയുന്നത് ഒരു റേഡിയോ സ്റ്റേഷൻ്റെ ഫേസ് ആയിട്ടാണ് കാണുന്നത്. ഒരു റേഡിയോ സ്റ്റേഷൻ ഉണരുന്നത് ഒരു മോർണിംഗ് ഷോയുടെയാണ്. അത് കൈൻഡ് ഓഫ് ജേർണലിസമാണ് ഞാൻ ചെയ്യുന്നത്. ഞാൻ ഓരോ ദിവസവും ഓരോ സ്റ്റോറീസ് കൊണ്ടുവരുന്നു. ഐ ബ്രിങ് ഔട്ട് പീപ്പിൾ ഇൻ മൈ ഷോ. അവർ ചെയ്യുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ ചെയ്യുന്ന കാര്യങ്ങൾ, ഒരുപാട് നല്ല കാര്യങ്ങൾ കൊണ്ടുവരാനാണ് ഞാൻ എൻ്റെ ഷോയിൽ ശ്രമിക്കുന്നത്. ഇപ്പം
കാട്ടാക്കട പഞ്ചായത്ത് ഹാപ്പി പഞ്ചായത്തായിട്ട് അവരങ്ങ് തീരുമാനിക്കും, ഹാപ്പിനെസ് പഞ്ചായത്ത്. അതെനിക്ക് ഭയങ്കര സന്തോഷം തന്നു. അതെൻ്റെ ഷോയിലൂടെ ഞാൻ കൊണ്ടുവന്നു. ഇന്നലെ ഞാൻ എൻ്റെ ഷോയിൽ ചെയ്തത് നമ്മുടെ ട്രിവാൻഡ്രത്തെ അമ്മത്തൊട്ടിൽ എന്നുള്ളൊരു കോൺസെപ്റ്റിനെ പറ്റിയാണ്. കുട്ടികളെയൊക്കെ പലയിടത്തും കൊണ്ട് ഉപേക്ഷിക്കുന്ന ന്യൂസൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. ബട്ട് അമ്മത്തൊട്ടിലിൻ്റെ കോൺസെപ്റ്റ്, നിങ്ങൾക്ക് വളർത്താൻ പറ്റുന്നില്ല ഒരു കുഞ്ഞിനെ എങ്കിൽ അതിനെ ഒരു റെസ്പോൺസിബിൾ ആയിട്ടുള്ളൊരു കയ്യിലേക്ക് കൊടുക്കൂ. അതാണ് അമ്മത്തൊട്ടിലിൻ്റെ കോൺസെപ്റ്റ്. സോ അവിടെ കുഞ്ഞുങ്ങൾ എത്തുന്നത് വരെ നമ്മൾ അറിയുന്നുണ്ട്, പത്രത്തിലൊക്കെ വായിക്കും. ആ കുട്ടികൾക്ക് പിന്നെ എന്ത് പറ്റുന്നു എന്നുള്ളതാണ് ഞാൻ സ്റ്റോറി ആയിട്ട് ചെയ്തത്. ഒരു 2 വർഷം മുന്നേ ടെക്നോ പാർക്ക് എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, വളരെ ബിസി ആയിട്ടുള്ളൊരു സിറ്റിയാണ്. പക്ഷെ അതിനിടയ്ക്ക് എത്രയോ സെൻറ്റ്, എനിക്ക് തോന്നുന്നു ഒരു 30 സെൻറ്റാണോ അതിൽ കൂടുതലുണ്ടോ എന്ന് എനിക്കിപ്പോൾ ഓർമ്മയില്ല, അത്രയും സ്ഥലത്ത് നമ്മുടെ തിരുവനന്തപുരത്തെ റോട്ടറി ക്ലബ്ബ് ഒരു ഫോറസ്റ്റ് ഉണ്ടാക്കിയിരിക്കുകയാണ്. സോ അവിടെ മയിലുകൾ വരുന്നുണ്ട്, കുരങ്ങന്മാർ വരുന്നുണ്ട്. സോ അത് ഒരു ബിസി സിറ്റിയുടെ ഇടയിൽ ഒരു കാട്, അത് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അപ്പം ഐ ബ്രിങ് ഔട്ട് സ്റ്റോറീസ് എവറി ഡേ. ഐ എം എ സ്റ്റോറി ടെല്ലർ. ഐ ഇൻസ്പയർ മെനി പീപ്പിൾ. അത് പല ആളുകളും ലിസണേഴ്സ് എന്നെ വിളിച്ച് പറഞ്ഞിട്ടുള്ള കാര്യമാണ്, കേൾക്കാൻ ഇഷ്ടമാണ്. എന്തെങ്കിലും കാരണം കൊണ്ട് ഇപ്പോൾ വയ്യാതിരിക്കുകയാണെങ്കിലും ലീവ് എടുക്കുകയാണെങ്കിലും എനിക്ക് ഒരുപാട് മെസ്സേജസ് വരും, എവിടെ പോയി, ഇന്ന് കേട്ടില്ലല്ലോ, വേറൊരാളാണല്ലോ വന്നതെന്നൊക്കെ. ആൻഡ് ഐ ഫീൽ വെരി ഹാപ്പി. എൻ്റെ അസുഖം പെട്ടെന്ന് മാറും. സോ പറഞ്ഞ പോലെ എൻ്റെ മനസ്സിലുള്ള ജേർണലിസം എന്ന ഇഷ്ടമാണ് എന്നെ കൊണ്ട് ഇതെല്ലാം ചെയ്യിപ്പിക്കുന്നത്. ഐ ഹാവ് എ നോസ് ഫോർ ന്യൂസ്. സോ അത് ഞാൻ യൂസ് ചെയ്യാറുണ്ട്. പക്ഷേ ഐ വുഡ് ലൈക്ക് ടു ബ്രിങ് ഗുഡ് ന്യൂസ്. രാവിലെ നിങ്ങളൊരു ദിവസം തുടങ്ങുമ്പോൾ യെസ്, പ്രശ്നങ്ങൾ നമ്മൾ പറയാറുണ്ട്, റോഡിൻ്റെ പ്രശ്നം പറയാറുണ്ട്, നമുക്ക് കിട്ടുന്ന ഫെസിലിറ്റീസ് എവിടെയെങ്കിലും കുറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയും, നമ്മൾ കംപ്ലയിൻറ്റ്സ് രജിസ്റ്റർ ചെയ്യും നമ്മുടെ ഷോയിൽ, അതൊക്കെ നമ്മൾ ചെയ്യും. പക്ഷേ അറ്റ് ദ സെയിം ടൈം എനിക്ക് കൊണ്ടുവരാൻ കൂടുതൽ ഇഷ്ടം ഇതുപോലെ ഗുഡ് സ്റ്റോറീസ് ആണ്. ഇടയ്ക്ക് ഇങ്ങനെ ഡ്രഗ് അബ്യൂസ് ഡേ, ഇന്റർനാഷണൽ ഡ്രഗ് അബ്യൂസ് ഡേയിൽ നമ്മൾ സംസാരിച്ചത് കേരളത്തിൽ ഇപ്പോൾ കൂടി വരുന്ന ലഹരി ഉപയോഗത്തിനെ പറ്റിയിട്ടാണ്. അത് ആക്ച്വലി അത്ര ഗുഡ് ന്യൂസ് അല്ല, ബട്ട് സ്റ്റിൽ അതിനെ മാറ്റിയെടുക്കാൻ പ്രവർത്തിക്കുന്നുണ്ട് ഒരുപാട് പേര്. അപ്പോൾ ആ ഒരുപാട് പേരുടെ വർക്കിനെ പുറത്തോട്ട് കൊണ്ടുവരുന്നു. വി ആസ് പൊതുജനം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് തന്നെ ഡിസ്കസ് ചെയ്യുന്നു. സോ അങ്ങനെ എവറി ടോക്ക് അല്ലെങ്കിൽ എവറി ഷോ വിൽ ഹാവ് എ സൊല്യൂഷൻ ഇൻ ഇറ്റ്. പ്രശ്നമാണ് സംസാരിക്കുന്നതെങ്കിലും അതിൽ സൊല്യൂഷൻ കൊണ്ടുവരും. അങ്ങനെയാണ് ഞാൻ എൻ്റെ ഷോ എപ്പോഴും ഡിസൈൻ ചെയ്യുന്നത്. അല്ലാതെ വെറുതെ അങ്ങ് വിട്ട് കളയാറില്ല. പല ചർച്ചകളും ഞാൻ കാണുമ്പോൾ അവർ അരമണിക്കൂറോ 1 മണിക്കൂറോ ചർച്ച ചെയ്തിട്ട് അത് അങ്ങനെ തന്നെ വിട്ടിട്ട് പോകുന്നത് ഞാൻ കാണാറുണ്ട്. പക്ഷേ എൻ്റെ ഷോസിൽ സൊല്യൂഷൻ ഉള്ളതുപോലെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. It's a solution driven, so that people, your listeners who are listening to this, I mean, of course, everybody needs a result out of whatever they do. Yes. So in a way, it becomes a good it's a good solution for them to use it in their daily life or something like that. Right? എല്ലാം പറയാറുണ്ട്. So coming back to being you, right? How, like you said, that journalism you studied and then you didn't like certain aspect of news and how they make news and all of that, and that's how you went into radio. So first, what made you choose radio and not something else? And second, how was your first experience being in front of the mic? What was that emotional turmoil, that was tension ഉണ്ടായിരുന്നു, അതോ how did you conquer it even if you had? So how did you do that? അതെ, ആദ്യം മൈക്ക് ഓൺ ചെയ്ത ദിവസം എനിക്ക് ഓർമ്മയുണ്ട്. എനിക്ക് എത്ര ടെൻഷൻ ഉണ്ടെങ്കിലും ഞാനത് പുറത്ത് കാണിക്കാതെ സംസാരിക്കും. അങ്ങനെ ഒരു ഗുണമൊക്കെ എനിക്കുണ്ട്. അപ്പം മൈക്ക് ഓൺ ആക്കിയപ്പോഴും എൻ്റെ ഫസ്റ്റ് ഇൻട്രൊഡക്ഷനിൽ ഞാൻ എന്തോ പടപടാ പറഞ്ഞു പോയി. ടെൻഷൻ ഉണ്ടെന്ന് ആർക്കും മനസ്സിലാവുമൊന്നുമില്ല. പക്ഷെ മൈക്ക് ഓഫ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ ഇതായിരുന്നു സംഭവം. അപ്പം ഞാൻ ആദ്യം വർക്ക് ചെയ്ത എൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷനിലെ എൻ്റെ വളരെ വേണ്ടപ്പെട്ടൊരു കൊളീഗ് തന്നെ, അദ്ദേഹം ഒരു ദിവസം എനിക്ക് വാട്സാപ്പിൽ എൻ്റെ ഫസ്റ്റ് ലിങ്ക് അയച്ചു തന്നു. ഞാൻ എൻ്റെ ആദ്യ കാലത്ത് പറഞ്ഞ ആ ഒരു ടോക്ക്, അതിനാണ് ലിങ്ക് എന്ന് പറയുന്നത്. ആ ലിങ്ക് അയച്ചു തന്നു. അപ്പോൾ അവിടെ നിന്ന് ഞാൻ ഇന്ന് സംസാരിക്കുന്നത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എനിക്കെൻ്റെ മാറ്റം കാണാൻ പറ്റുന്നുണ്ട്. ഞാൻ എന്തുമാത്രം പ്രോഗ്രസ് ചെയ്തു. ഞാൻ അവിടെ നിന്ന് യു ഗ്രൂ. യെസ്, അവിടെ നിന്ന് ജസ്റ്റ് വി പ്രസൻറ്റ് യു, വി ഇൻട്രൊഡ്യൂസ് ബിഫോർ യു RJ ചിഞ്ചുവിൽ നിന്നും നൗ ദ മോർണിംഗ് നമ്പർ 1 എന്ന ഷോ ചെയ്യുന്ന RJ ചിഞ്ചു ആയിട്ടുള്ള വളർച്ച എനിക്ക് കാണാൻ പറ്റി. ആൻഡ് ഐ എം പ്രൗഡ് ഓഫ് മൈ സെൽഫ്. അങ്ങനെ ഒരു നല്ല രീതിയിൽ അന്ന് എനിക്ക് സ്ക്രിപ്റ്റ് വേണമായിരുന്നു. ഫുൾ സ്റ്റോപ്പ് ഉൾപ്പെടെ ഞാൻ ഇട്ട്, കോമ ഇട്ട്, എവിടെ നിർത്തണം, എവിടെ പോസ് ചെയ്യണം, അതുവരെ ഞാൻ ഇട്ടാണ് എൻ്റെ സ്ക്രിപ്റ്റ് എഴുതിക്കൊണ്ടിരുന്നത്. എൻ്റെ 9 തവണ എനിക്ക് സംസാരിക്കാൻ അന്നുണ്ടായിരുന്നു. ഇന്ന് ഞാൻ 15 തവണയാണ് സംസാരിക്കുന്നത്. പക്ഷേ ഇന്ന് 15 തവണയും എനിക്ക് മനസ്സിൽ നിന്ന് സംസാരിക്കാൻ പറ്റും. ഒരു പേടിയില്ലാതെ, ഒരു വാക്കുകളുടെ ഒരു ഉടക്കില്ലാതെ എനിക്കത് സംസാരിക്കാൻ പറ്റും. സോ ആ ഒരു ഗ്രോത്ത് എനിക്ക് വന്നതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ആൻഡ് റേഡിയോ എന്തുകൊണ്ട് ചൂസ് ചെയ്തെന്ന് വെച്ചാൽ, ഇപ്പം നമ്മളൊരു ജോലിയിലേക്ക് കയറുമ്പോൾ നമുക്കൊരു ഓറിയൻറ്റേഷൻ പ്രോഗ്രാമൊക്കെ കാണുമല്ലോ. അതിൽ റേഡിയോ ഈസ് എൻ്റർടൈൻമെൻറ്റ് ഇങ്ങനെ അവർ പറഞ്ഞു. സോ ഐ ആക്ച്വലി ലൈക്ഡ് ഇറ്റ്.
മനുഷ്യർക്ക് വേറെ എന്താണ് വേണ്ടത്? മനുഷ്യർക്ക് സന്തോഷവും എൻ്റർടൈൻമെൻറ്റും ആണ് വേണ്ടത്. നമ്മൾ ഫേസ് ചെയ്യുന്ന പല പല പ്രശ്നങ്ങളുണ്ടാകാം, അല്ലെങ്കിൽ സ്ട്രെസ് ഉണ്ടാകാം. ബട്ട് എൻഡ് ഓഫ് ദി ഡേ ഇഫ് യു ആർ ഗിവൻ എൻ്റർടൈൻമെൻറ്റ്, വിൽ ചൂസ് എൻ്റർടൈൻമെൻറ്റ്. അത് ചിലപ്പം ഒരു പുതിയ ഇൻഫർമേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന സംസാര രീതി ഒരാൾക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കാം. സോ ബ്രിങ് എ സ്മൈൽ, അല്ലെങ്കിൽ ബ്രിങ് ആൻ ഇമോഷൻ ഔട്ട് ഓഫ് ദെം. ദാറ്റ് ഇസ് സക്സസ്. സോ അത് നമുക്കൊരു സ്ട്രെസ് ഇല്ലാതൊരു കാര്യം പ്രസൻറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾ ഒരു റേഡിയോ കേൾക്കുന്ന ആ ഒരു 1 minute അത് വർത്തിട്ടാണ്. അത് എന്തെങ്കിലും നിങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടും. നിങ്ങൾ അതിനെപ്പറ്റി ചർച്ച ചെയ്യും, സംസാരിക്കും. മേ ബി അത് നിങ്ങളിലൊരു മാറ്റം ഉണ്ടാക്കും. എന്നെ ഇടയ്ക്കൊരു ആൻറ്റി വിളിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ, കേരളത്തിലല്ല, പുറത്ത് നോർത്തിലെവിടെയോ ഒരിടത്ത് ഒരു സ്കൂളിൽ ഫുഡ് ഉണ്ടാക്കുന്ന സ്ത്രീ വിധവയായതുകൊണ്ട് അവരോട് ഇനി ഫുഡ് ഉണ്ടാക്കണ്ട എന്ന് അവിടുത്തെ നാട്ടുകൂട്ടം പറഞ്ഞു. അപ്പോൾ അത് അറിഞ്ഞിട്ട് അവിടുത്തെ കളക്ടർ വന്നിട്ട് അവരുടെ കൂടെ ഇരുന്ന് ഫുഡ് കഴിച്ചു. അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. അപ്പോൾ നമ്മൾ അന്ന് നമ്മുടെ ഔട്ട്മോഡഡ് കസ്റ്റംസിനെ പറ്റിയാണ് എൻ്റെ ഷോ അന്ന് ഞാൻ സംസാരിച്ചത്. അപ്പോൾ ഇങ്ങനെ ഒരു ആൻറ്റി വിളിച്ചിട്ട് പറഞ്ഞു, എൻ്റെ മോൾ ഈ ഷോ കേട്ടു. മോള് വളരെ കുറച്ച് ചെറുപ്പത്തിൽ തന്നെ വിധവയായൊരു കുട്ടിയാണ്. അപ്പം അതിനുശേഷം അവളുടെ ലൈഫ് കളർലെസ് ആണ്. കാരണം സൊസൈറ്റി ജഡ്ജ് ചെയ്യുന്നുണ്ട്. ഒരു നല്ല കളറുള്ള ഡ്രസ്സ് ഇട്ടാൽ, ചുരിദാർ ഇട്ടാൽ, ഓ ഭർത്താവ് മരിച്ചിട്ടും കണ്ടില്ലേ എന്നുള്ള രീതിയിൽ സൊസൈറ്റി ജഡ്ജ് ചെയ്യുന്നത്. അതെ, ആണുങ്ങൾക്കത് ബാധകമല്ല. അതെ. അപ്പോൾ ആ കുട്ടി അതുകൊണ്ട് കുറച്ച് ക്വൈറ്റ് ആയിട്ടുള്ള, എന്നാൽ ഇനിയൊന്നും വേണ്ട, വീട്ടിൽ ഇരിക്കാം, അല്ലെങ്കിൽ അങ്ങനെ വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല, ചെയ്യാൻ കുറച്ച് കാര്യങ്ങളുണ്ട്, അതൊക്കെ ചെയ്തങ്ങ് പോകുന്നു എന്നുള്ളതാണ്. പക്ഷേ എൻ്റെ ഷോ കേട്ട് കഴിഞ്ഞപ്പം പുള്ളിക്കാരിയിലൊരു മാറ്റം ഉണ്ട് എന്നിങ്ങനെ ഒരു ആൻറ്റി എന്നെ വിളിച്ച് പറഞ്ഞു. അന്ന് ഞാൻ റേഡിയോ തുടങ്ങിയിട്ടേ ഉള്ളൂ, അപ്പോൾ അത് ഒരാളിൽ അങ്ങനെ ഒരു മാറ്റം ഉണ്ടാക്കി എന്ന് അറിഞ്ഞപ്പോൾ ഐ ഫെൽറ്റ് വെരി പ്രൗഡ്. എൻ്റെ വർക്കിനൊരു ഉദ്ദേശം അത് നടന്നു എന്നുള്ളത് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ആക്ച്വലി ഞാൻ ഈ പ്രൊഫഷൻ കണ്ടിന്യൂ ചെയ്യുന്നത്. കാരണം ഈ ഒരു പ്രൊഫഷനിൽ എനിക്കും എന്നെ കേൾക്കുന്നവർക്കും ഒരുപാട് മാറ്റങ്ങളുണ്ടാകും, നല്ല മാറ്റങ്ങളുണ്ടാകും. ഒരാൾക്കെങ്കിലും മേ ബി ഞാൻ പറയുന്നതിൽ നിന്നും ഒരു ജോലി കിട്ടും. ഒരാൾക്കെങ്കിലും ഞാൻ പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യം ഹെൽപ്ഫുള്ളായി അവരതിനെപ്പറ്റി ചിന്തിക്കും. മേ ബി അതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഒരു ആർട്ടിക്കിളെങ്കിലും വായിക്കും. സോ അങ്ങനെ ഐ ക്യാൻ മേക്ക് ചേഞ്ച് ചെറിയ രീതിയിൽ, എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ. സോ അത് it brings out happiness in everyone. അതാണ് റേഡിയോ. In fact, I would rephrase it as you help people to choose change. Yes. യെസ് എനിക്കും അത് അങ്ങനെ തന്നെയാണ്. ഞാൻ പല റേഡിയോ ഷോസിലും എൻ്റെ ഷോയിൽ ഒരുപാട് ഗസ്റ്റ് വരാറുണ്ട്, ധാരാളം ഗസ്റ്റ് വരാറുണ്ട്. അവർ പറയുന്ന കാര്യങ്ങളെപ്പറ്റി ഞാൻ വേറെ ആൾക്കാരോട് പറയും, അറിയോ ഇങ്ങനെ ഒരാൾ വന്നു, ഇങ്ങനെയൊക്കെ പറഞ്ഞു. എനിക്കും പിന്നീട് ഞാനൊരു കാര്യം ചെയ്യുമ്പോൾ, പുള്ളി ഇങ്ങനെ പറഞ്ഞതാ എന്ന് പറയുന്നത് ഞാൻ എന്തെങ്കിലും ഒരു ചേഞ്ച് എൻ്റെ ലൈഫിൽ വരുത്തും. അങ്ങനെയുള്ള നല്ലത് എനിക്കും സംഭവിക്കുന്നുണ്ട്, സൊസൈറ്റിക്കും സംഭവിക്കുന്നുണ്ട്. സോ I like my life as an RJ. I like radio. I love radio. My next question is, we all have stress, right? Work stress കാണും, work office stress കാണും, and all of that. How is the radio world? And how do you manage? Like, do you feel challenged sometime? അല്ലെങ്കിൽ do you feel stressed? അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഒരു content approve? I'm taking very, kind of very general examples. So, എങ്ങനെയാണ് അത് as a person, how do you handle it? റേഡിയോ പലപ്പോഴും അങ്ങനെ വലിയ സ്ട്രെസ്ഫുൾ അല്ല എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ. കാരണം നമ്മൾ ഇച്ചിരി പ്ലസൻ്റ് ആയിട്ടിരുന്നാലേ നമുക്കത് റേഡിയോയിലും റിഫ്ലക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സോ വി ആർ ആക്ച്വലി നമ്മൾ അങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്. എനിക്ക് ആകെ സ്ട്രെസ്സ് വരുന്നത്, ഇപ്പം ഞാനാണ് ഓഫീസിൽ ആദ്യം എത്തുന്ന ആൾ. കാരണം എൻ്റെ ഷോയാണ് രാവിലെ 7 മണിക്ക് സ്റ്റാർട്ട് ചെയ്യുകയാണ്. സോ എനിക്ക് എൻ്റെ ഷോയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ തയ്യാറാക്കുന്ന ഒരു ടോപ്പിക് ഉണ്ടാകും, അതിനായിട്ട് ഞാൻ എടുക്കുന്ന ഗസ്റ്റ് ഉണ്ടാകും. അതിൽ ചിലപ്പോൾ ഈ പറയുന്ന സ്ട്രെസ്സ് വരുന്നത്, ഈ ഗസ്റ്റിനെ വിളിച്ചാൽ കിട്ടിയില്ലെങ്കിൽ എനിക്കൊരു സ്ട്രെസ്സ് വരും. അയ്യോ ഫോൺ എടുക്കുന്നില്ല, അത് പക്ഷേ ഇപ്പം ഞാൻ അതിനെയും മറികടക്കുന്നുണ്ട്. ഇൻ കേസ് കിട്ടിയില്ലെങ്കിൽ നമുക്ക് നെക്സ്റ്റ് കാര്യം എടുക്കാം, കുഴപ്പമില്ല. അല്ലെങ്കിൽ എന്നെ കൊണ്ട് ഒറ്റ ഷോ കൊണ്ടുപോകാൻ പറ്റും ഇപ്പോൾ. അപ്പോൾ അങ്ങനെ പോകാറുണ്ട്. സോ അതാണ് ആകെയുള്ള സ്ട്രെസ്സ്. എല്ലാവരും ഇപ്പോൾ കൂളാണ്. നമ്മളൊരു നല്ല രീതിയിലൊരു ഒരു കാര്യം പ്രിപ്പയർ ചെയ്താൽ എവറിഥിങ് വിൽ ബി ഫൈൻ. അതിപ്പം റേഡിയോ എന്ന് പറഞ്ഞാൽ പഴയ റേഡിയോയും അല്ല, റേഡിയോയിൽ മാത്രം ഒന്നും നിൽക്കുന്നില്ല. നമ്മൾ വീഡിയോസ് ചെയ്യാറുണ്ട്, ഇപ്പം നമ്മൾ സ്റ്റേജ് ഇവൻറ്റ്സ് ചെയ്യാറുണ്ട്. സോ നമ്മളിപ്പോൾ എല്ലായിടത്തും ഉണ്ട്. സോ റേഡിയോ ജോക്കീസ് എന്ന് പറയുമ്പോൾ ഞങ്ങൾ വീഡിയോ ജോക്കീസുമാണ്, നമ്മൾ സ്റ്റേജ് പ്രസൻറ്റേഴ്സുമാണ്. സോ വി ആർ എവറിഥിങ്. അതുകൊണ്ട് ഇപ്പോൾ അങ്ങനെ ഒരു സ്ട്രെസ് ഇല്ല. നമ്മൾ മേ ബി ആ സ്റ്റേജിലേക്ക് കയറുന്നതിന് മുന്നേ ആ ബട്ടർഫ്ലൈ ഇൻ ദ സ്റ്റമക്ക് അത് വരും. പക്ഷേ അതിനപ്പുറത്തേക്ക് വൺസ് അത് തുടങ്ങിക്കഴിഞ്ഞാൽ ഇല്ല. നമ്മുടെ ഓരോ ഷോയുടെയും ആള് അത് ചെയ്യുന്ന ആർജയാണ്. നമ്മൾ തന്നെയാണ് അതിൻ്റെ പ്രപ്പെല്ലാം ചെയ്യുന്നതും ഗസ്റ്റിനെ ലൈനപ്പ് ചെയ്യുന്നതും. നമ്മൾ ഓൾമോസ്റ്റ് നമ്മുടെ കോണ്ടൻറ്റ് നമ്മുടെ എന്താണോ ടോപ്പിക് അത് ഫൈനലൈസ് ചെയ്ത് നമ്മുടെ പ്രോഗ്രാമിംഗ് ഹെഡിനെ അറിയിക്കുന്നത്. അവരുടെയും കൂടെ അപ്രൂവൽ വേണം. അപ്പോൾ അതൊക്കെ നമ്മളാണ് ചെയ്യുന്നത്. സോ ഇൻ എ വേ നമ്മളെല്ലാവരും പവർഫുൾ, വെരി ഇൻഡിപെൻഡൻറ്റ്. അത്
നമ്മൾ തീരുമാനിക്കുകയാണ്, വി ആർ ഡിസിഷൻ മേക്കേഴ്സ്. അപ്പോൾ അത് അങ്ങനെ ഉള്ളത് കൊണ്ട് നമ്മൾ സ്ട്രെസ്ഡ് അല്ല. നമുക്ക് പിന്നെ വെറുതെ ഒരു ടോപ്പിക് എടുത്ത് ചെയ്യാൻ ഭയങ്കര സൗകര്യമാണ്. നമ്മൾ അല്ലാതെ നമുക്ക് കിട്ടുന്ന ഒരു ചെറിയ ന്യൂസ് ഉണ്ടല്ലോ, അതിനെ പ്രോഗ്രസ് ചെയ്ത് മറ്റാരും ചിന്തിക്കാത്ത രീതിയിൽ നമുക്കൊന്ന് ട്വീക്ക് ചെയ്ത് മേ ബി ഒരു ക്രിയേറ്റീവ് ഒക്കെ ആക്കി ഒരു പ്രീ പ്രൊഡ്യൂസ്ഡ് സാധനമൊക്കെ ഉണ്ടാക്കി അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാം, ഒന്ന് ട്വീക്ക് ചെയ്യാം ഏത് കാര്യവും. That's about you and it's very powerful about you. But having worked at different places within the radio, how is like the situation handled by your colleagues, or if they are, then how do you help them in an emotional way? അതെ, തിങ്സ് ചേഞ്ച്, പേഴ്സൺ ടു പേഴ്സൺ കാര്യങ്ങൾ മാറും. മേ ബി നമ്മൾ വർക്ക് ചെയ്യുന്ന എല്ലാ സ്ഥലവും ഒരുപോലെ ആയിരിക്കില്ല. ചിലയിടത്ത് ഭയങ്കര പ്രഷറായിരിക്കും, ഇത് ചെയ്യണം, ഇത് ഇന്ന ടൈമിൽ ചെയ്ത് തീർക്കണം എന്നൊക്കെ പറയുമല്ലോ. ചിലയിടത്ത് പക്ഷെ നമുക്ക് കുറച്ചുകൂടെ ഒരു ഗ്രോത്തിനുള്ള സാധ്യതയുണ്ടാകും. നമ്മളെ കുറച്ചുകൂടെ ഫ്രീ ആയിട്ട് ഒരു ശ്വസിക്കാൻ വിടും അവർ. നിങ്ങളുടെ ഇഷ്ടത്തിന് അത് ചെയ്യൂ എന്ന് പറയും. അതാണ് കുറേ കൂടെ നല്ലതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. എൻ്റെ ഇപ്പോഴത്തെ ഓർഗനൈസേഷൻ അങ്ങനെ എന്നെ ഹെൽപ്പ് ചെയ്യുന്നിട്ടുണ്ട്. കൂടുതലായിട്ടും ചിഞ്ചുവിനെ ആളുകൾ അറിഞ്ഞത് ഇപ്പോൾ ഈ ഒരു സമയത്ത് തന്നെയാണ്, ഈ ഒരു 7-8 വർഷത്തിനിടയിലാണ്. ടെൻഷനിലാണ് ഒരാളെന്ന് തോന്നിയാൽ എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞൂടാ, എനിക്ക് പേടിയാവുന്ന, എനിക്ക് ശ്വാസം മുട്ടുന്നു, അങ്ങനെയൊക്കെ പറയുകയാണെങ്കിൽ ഞാൻ കൂടെ ഇരുന്ന് എടാ ഞാൻ എന്തെങ്കിലും ചെയ്തു തരാം, നീ അത് ചെയ്യും, ഞാനിത് ചെയ്യാം എന്ന് ഞാൻ പറയും. അത് ഞാൻ മാത്രമല്ല കേട്ടോ, എൻ്റെ കൊളീഗ്സ് മിക്കവരും അങ്ങനെ തന്നെയാണ്. അവരെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള ഹെൽപ്പ് അവർ അന്യോന്യം കൊടുക്കും. വി ഹെൽപ്പ് ഈച്ച് അതർ. പ്രത്യേകിച്ചും വിമൻ, വി ഹെൽപ്പ് ഈച്ച്, വിമൻ സപ്പോർട്ടിങ് വിമൻ, അതിൽ നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിലും അല്ലെങ്കിൽ നമ്മൾ സംസാരിക്കുന്നില്ലെങ്കിൽ പോലും ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ഹെൽപ്പ് ചെയ്യണം എല്ലാവരും. അത് ചെയ്യാറുണ്ട്. നമ്മളാരും അങ്ങനെ സംസാരിക്കാതൊന്നും ഇരിക്കുന്നില്ല, ബട്ട് സ്റ്റിൽ ഞാൻ എപ്പോഴും കണ്ടിട്ടുണ്ട് ഒരുമിച്ച് നമ്മൾ വർക്ക് ചെയ്യുന്ന ടൈമിൽ വി സപ്പോർട്ട് ഈച്ച് അതർ. ഒരാൾ മറ്റൊരാളുടെ ഐഡിയ നമുക്ക് ഇങ്ങനെ ചെയ്ത് നോക്കിയാലോ എന്നൊക്കെ പറയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. യെസ്, അത് നടക്കും. ആ നിമിഷം നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന കാര്യങ്ങളുണ്ട്, നമ്മൾ നേരത്തെ തയ്യാറെടുക്കുന്ന കാര്യങ്ങളുണ്ട്. സോ അത് നടക്കുന്നത് കൊണ്ട് റേഡിയോയിൽ അതെല്ലാം ഉണ്ട്. എനിക്ക് ബാക്കി ഏരിയാസ് അറിയില്ല, പക്ഷേ റേഡിയോയിൽ ആ സപ്പോർട്ട് ഞാൻ കാണുന്നുണ്ട്. ഇങ്ങനെ ഒരു സാധനമുണ്ട്, അത് നീ എടുത്തോളൂ, ഷെയറിംഗ് ഉണ്ട്, അങ്ങനെ പലതും ഉണ്ട്. നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ട് ഈ പ്ലേസ് കുറച്ചുകൂടി ഒരു നല്ല സ്ഥലമാണ്. അതെ. So now yes, we spoke about your colleagues, but your listeners, the biggest, my favorite. Right? So and lot of people like a radio jockey based here, that's a very famous movie also, which is Lage Raho Munna Bhai, in which people openly express themselves just because somebody is listening to them mindfully. Yes. Right? So അങ്ങനത്തെ എക്സ്പീരിയൻസസ് ഉണ്ടായിട്ടുണ്ടോ? അതായത് എന്നെ കേൾക്കാൻ വേണ്ടി ഇരിക്കുന്നു അല്ല, മീൻസ് that they feel that you are listening to them when they share. Yes, നമ്മൾ എൻ്റെ ഷോയിൽ ഞാൻ ഗസ്റ്റുകളെ കൊണ്ടുവരുന്ന ഒരു ടോപ്പിക് എടുക്കുന്നു. അതിനോടൊപ്പം തന്നെ എനിക്ക് വളരെ നിർബന്ധമുള്ള കാര്യമാണ് എൻ്റെ ലിസണേഴ്സുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്ന ഷോസ് എനിക്ക് വേണം എന്നുള്ളത്. കാരണം ഞാനുമായിട്ട് സംസാരിക്കാൻ, അവരുമായിട്ട് എനിക്ക് സംസാരിക്കാനുള്ള ഒരേ ഒരു അവസരമാണ്. സോ അങ്ങനെ ചെയ്യുമ്പോഴും അവരിങ്ങനെ വിളിച്ച് പറയുന്ന കാര്യങ്ങളുണ്ടല്ലോ, ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാറുണ്ട്. ഞാൻ ചിരിക്കുന്നതും ഞാൻ റെസ്പോണ്ട് ചെയ്യുന്നതും അവരുടെ കഥകളെ കുറച്ചുകൂടെ കളർഫുൾ ആക്കുന്നുണ്ട്. അവർ വീണ്ടും വീണ്ടും അത് പറയും, വിളിച്ച് പുതിയ ആൾക്കാരെ വിളിക്കും. ഓരോ ദിവസവും ഒരേ ആൾക്കാരെ വിളിക്കുന്നതും നമുക്ക് സന്തോഷമാണ്. പക്ഷെ പുതിയ ആൾക്കാർ വിളിക്കുമ്പോൾ കൂടുതൽ ആളുകളിലേക്ക് നമ്മൾ എത്തുന്നുണ്ട് എന്നുള്ളത് നമുക്കൊരു സന്തോഷമാണ്. അപ്പോൾ ഇങ്ങോട്ട് വിളിച്ച് പ്രശ്നമാണെങ്കിലും അല്ലാതെ അവരുടെ ഏറ്റവും നല്ല മെമ്മറി ആണെങ്കിലും അവരുടെ ഫസ്റ്റ് ഡേ ഓഫ് സ്കൂൾ ആണെങ്കിലും അവർ ഒരു പ്രശ്നം പരിഹരിച്ച രീതി. ഒരു ദിവസം ഞാൻ ഒരു ടോപ്പിക്ക് പറഞ്ഞത് നിങ്ങളുടെ ചുറ്റും നിങ്ങളിപ്പോൾ കാണുന്ന നല്ല മാറ്റങ്ങളെ പറ്റി പറയാനാണ്. ആക്ച്വലി ആളുകൾ വിളിച്ച് നല്ല നല്ല മാറ്റങ്ങൾ പറഞ്ഞു. പീപ്പിൾ ആർ ഹെൽപ്പിങ് ഈച്ച് അതർ, ഒരാളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ എന്തൊക്കെയോ നല്ല മാറ്റങ്ങൾ. ഫാദേഴ്സ് ആർ പ്രൗഡ് ഓഫ് ദെയർ ഡോട്ടേഴ്സ്. കുറച്ച് നാൾ മുന്നേ വരെ ചിലപ്പോൾ നമ്മുടെ സൊസൈറ്റി മകൻ വളരുന്നത് അല്ലെങ്കിൽ അവൻ്റെ അച്ചീവ്മെൻറ്റ് പല വീടുകളിലും അങ്ങനെ പറയുമായിരുന്നു. പക്ഷേ ഇന്ന് പെൺകുട്ടികളെയും ഈക്വലി സപ്പോർട്ട് ചെയ്യുന്നു. ആ കാര്യങ്ങൾ പറഞ്ഞ ആൾക്കാരുണ്ട്. സ്കൂളുകളിലുള്ള മാറ്റം, പഠിത്തത്തിലുള്ള മാറ്റം, അതിനെ പറഞ്ഞ ആൾക്കാരുണ്ട്. സോ ആളുകളെ ഒബ്സർവ് ചെയ്യുന്നുണ്ട് ചുറ്റും. നമ്മളെയും ആളുകൾ ഒബ്സർവ് ചെയ്യുന്നുണ്ട്. നമ്മൾ പറയുന്നത് എന്താണ്, ചുറ്റും നടക്കുന്നത് എന്താണ്, അത് നമ്മളോട് ഷെയർ ചെയ്യാൻ അവർ കാണിക്കുന്ന ആ ഒരു താല്പര്യമൊക്കെ. വിളിക്കൂ എന്ന് പറഞ്ഞ് ഞാൻ നമ്പർ മാത്രമാണ് പറഞ്ഞത്, അവർ വിളിച്ചു. അത് സന്തോഷമാണ്. So do they call, and any kind of experience that you had when a particular listener is very upset and they called you and
suddenly they felt better. They shared their problem or something like that. യെസ് നമ്മൾ ഇടയ്ക്ക് റേഡിയോയിൽ വാലന്റൈൻസ് ഡേ അടുപ്പിച്ച് നമ്മൾ ലവ് എന്നുള്ളൊരു കോൺസെപ്റ്റിൽ ഷോ ചെയ്തു. അപ്പോൾ ഇങ്ങനെ ഒരാളെന്നെ വിളിച്ചു. ഐ തിങ്ക് ഹീ ഈസ് എ ഫേമസ് പേഴ്സൺ. എന്നോട് പേര് പറഞ്ഞിട്ടില്ല, ഞാൻ പേര് പറഞ്ഞാൽ എല്ലാവർക്കും എന്നെ അറിയാൻ പറ്റും എന്നാണ് പറഞ്ഞത്. ആൻഡ് ഹീ ഷെയർഡ് വൺ ഓഫ് ഹിസ് ഒരു ലവ് ബ്രേക്കപ്പ് സ്റ്റോറിയാണ് പറഞ്ഞത്. പക്ഷേ സംസാരിച്ച് തുടങ്ങിയതൊക്കെ ഇച്ചിരി ലോ ടോണിലാണ്. പക്ഷെ സംസാരിച്ച് കഴിയുമ്പോഴേക്കും ഇത് പറഞ്ഞപ്പോൾ ഒരു ആശ്വാസം എന്നാണ് ഇങ്ങനെ പറഞ്ഞത്. മേ ബി പുള്ളി വേറെ ആരോടും അത് പറഞ്ഞിട്ടുണ്ടാവില്ല, എന്നെ ആയിരിക്കും ചിലപ്പോൾ വിളിച്ച് പറഞ്ഞിട്ടുള്ളത്. ഒരുപാട് പേർക്ക് കാരണം അനോണിമസ് ആയിട്ട് നമ്മൾ പറയുമ്പോൾ ആ ഒരു ജഡ്ജ്മെന്റ് ഫാക്ടർ എന്നെ ജഡ്ജ് ചെയ്യും എന്നുള്ള ഒരു ഫാക്ടർ അവിടെ ഇല്ല. സോ ഐ തിങ്ക് ഇറ്റ് ഹെൽപ്സ് ദം ടു ബി വൾനറബിൾ ഇൻ എ വേ. അതെ എന്റെ മുഖത്ത് നോക്കിയല്ലോ സംസാരിക്കുന്നത്. അപ്പൊ അവർക്ക് കുറച്ചുകൂടെ ഫ്രീ ആയിട്ട് സംസാരിക്കാൻ പറ്റും. ആൻഡ് ആസ് ഐ സെഡ്, ഐ എം എ ഗുഡ് ലിസണർ. ഞാൻ ജഡ്ജ് ചെയ്യാറില്ല. ഇൻ കേസ് അവരുടെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ഞാൻ പറയും, അവിടെ ഇച്ചിരി പ്രശ്നം ഉണ്ടായിരുന്നു, ഇനിയിപ്പോൾ അത് പറയണ്ട, നമുക്ക് ഇനി ശരിയാക്കാം എന്ന് മാത്രമേ പറയാനുള്ളൂ. എന്ത് കാര്യവും അതെ, പാസ്റ്റ് ഇസ് പാസ്റ്റ്. ഇനി അവിടെ നമ്മൾ അതെന്താ അപ്പം അങ്ങനെ ചെയ്യാത്തതെന്ന് ചോദിച്ചിട്ട് അതിലൊരു പോയിന്റ് ഇല്ല. ഇനി എന്ത് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതെന്തോ അങ്ങനെ പറഞ്ഞപ്പോൾ ഹി വാസ് ഹാപ്പി എന്നുള്ളത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ആൻറ്റി വിളിച്ചിട്ട് ആൻറ്റിയുടെ മോളുടെ കാര്യം പറഞ്ഞത്, മോളിപ്പം കുറച്ചുകൂടെ സന്തുഷ്ടയാണ്, കുറച്ചുകൂടെ മാറ്റങ്ങൾ കാണുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ അത് ഒരു സന്തോഷം. സോ അങ്ങനെ എന്നോട് മാത്രം പറയാൻ വേണ്ടി കാത്തിരിക്കുന്നവരുണ്ട്, എന്നോട് പറയണം എന്ന് വിചാരിച്ച് എന്നെ വിളിക്കുന്നവരുണ്ട്. അതൊക്കെ എനിക്ക് സ്ഥിരമായിട്ട് ഷിബു എന്ന് പറഞ്ഞൊരു ചേട്ടൻ എന്നെ വിളിക്കാറുണ്ട്. എൻ്റെ ബർത്ത്ഡേക്ക് ഓർത്ത് വെച്ച് എന്നെ വിളിക്കുന്ന ആളാണ്. എൻ്റെ ബർത്ത്ഡേക്ക് ഒരുപാട് മുന്നേ വിളിച്ചിട്ട് ജൂൺ 3-ാം തീയതി എന്താണെന്ന് അറിയാമോ? അപ്പം ഈ വർഷം ആയതുകൊണ്ട് ഞാൻ പറഞ്ഞു, സ്കൂൾ തുറക്കുന്ന ദിവസമല്ലേ? അല്ലല്ല, ഇറ്റ്സ് യുവർ ബർത്ത്ഡേ എന്ന് പറയുന്നുണ്ട്. എന്നെ RJC എന്ന് വിളിക്കുന്ന ഒരാളുണ്ട്. സോ പുള്ളി വിളിക്കുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലാവും അത് ആരാണെന്ന്. അപ്പോൾ അത് അവരൊക്കെ എൻ്റെ വളരെ എല്ലാവരും എൻ്റെ പ്രിയപ്പെട്ടവരാണ്. പക്ഷെ ഇവര് വിളിക്കുമ്പോൾ പെട്ടെന്നൊരു മുഖത്തൊരു വെളിച്ചം വരും. Wow, as you said, your the favorite among the favorites. Yes. Great. All right, thank you so much for this wonderful session, being me with Anushri, and thank you so much for being yourself. And I hope that next time when we meet, we have a list of achievements to share between us. And definitely everything that you said, it's very, very important, like self-love, self-acknowledgement, and ചിഞ്ചുവിൻ്റെ സ്റ്റൈലിൽ പറഞ്ഞാൽ ഞാനൊരു സംഭവമാണെന്ന് വിചാരിക്കുന്നു. That's the cure for being emotionally healthy, right? നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടക്കും. എനിക്ക് എൻ്റെ സ്കൂളിലെ ഹെഡ് ഗേൾ എൻ്റെ ക്ലാസ്സിലെ കുട്ടിയായിരുന്നു. അപ്പം ആ കുട്ടിയാണ് എല്ലാ ദിവസവും അസംബ്ലിയിൽ മൈക്കിൽ സംസാരിക്കുന്നത്. അപ്പോൾ എനിക്കൊരു ചെറിയ ആഗ്രഹം തോന്നാറുണ്ട്, എനിക്കും മൈക്കിൽ സംസാരിക്കണം എന്ന്. ഇന്നെൻ്റെ പ്രൊഫഷൻ അതാണ്, ഞാൻ എല്ലാ ദിവസവും മൈക്കിൽ സംസാരിക്കുന്ന ഒരാളാണ്. So you attracted it. Yes, law of attraction. The universe saw that. അതുപോലെ ഞാൻ ഫേക്ക് ഇന്റർവ്യൂസ് കൊടുക്കുന്ന ആളാണ്. Now I'm giving interviews. So ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്തൊക്കെ പ്രാക്ടീസ് ചെയ്യുക. Okay, so let me ask you that, how do you feel on being on the other side of the mic? വളരെ റെയർ ആയിട്ടാണ് ഈ ഓപ്പർച്യൂണിറ്റി കിട്ടാറ്. പക്ഷെ അങ്ങനെ കിട്ടുമ്പോഴൊക്കെ എനിക്ക് വലിയ സന്തോഷമാണ് സംസാരിക്കാൻ. കാരണം അതുവരെ നമ്മൾ പറയുന്ന കാര്യങ്ങൾ വേറെയാണ്, നമ്മൾ പറയുന്ന ടോൺ വേറെയാണ്. ഇപ്പോൾ ഇവിടെ ഇരുന്നപ്പോഴാണ് എനിക്ക് കുറച്ചുകൂടെ ഞാനായിട്ടിരുന്ന് സംസാരിക്കാൻ പറ്റുന്നത്. അപ്പോൾ അതിന് ഒരു അവസരം തന്നതിന് താങ്ക് യു സോ മച്ച്. കാരണം ഞാൻ ഇതുവരെ ഒരിടത്തും പറയാത്ത കുറേ കാര്യങ്ങളാണ് ഞാൻ ഇന്നിവിടെ പറഞ്ഞത്. മേ ബി എൻ്റെ അച്ഛൻ്റെ കാര്യമോ അല്ലെങ്കിൽ എൻ്റെ ചൈൽഡ്ഹുഡോ ഒന്നും ഞാൻ ഒരിടത്തും പറഞ്ഞിട്ടില്ല. അതാണ് ഇന്ന് എനിക്ക് ഇവിടെ പറയാൻ പറ്റിയത്. സോ താങ്ക് യു സോ മച്ച് ഫോർ ദിസ് ഓപ്പർച്യൂണിറ്റി. Thank you for giving me an opportunity of being me, being me, So thank you so much, and what an enlightening session, I would say. So till we meet next time. Yeah. So thank you for coming. So much.